അറിയിക്കോ? ഹായ് ഓൾ. ഗുഡ് ഈവനിങ് ഗൈസ്. എല്ലാവർക്കും നമ്മളുടെ പെപ്പിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഈ ഒരു നമ്മുടെ ഓറിയന്റേഷൻ സെഷൻസ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ പെപ്പിന്റെ ക്ലാസ് എന്ന് പറയുന്നത് കേവലം സബ്ജക്റ്റിന്റെ ക്ലാസ്സസ് മാത്രമല്ല. നമ്മളുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, അതുപോലെ തന്നെ മെറ്റീരിയൽ, ടെസ്റ്റ്, നമ്മളുടെ പെപ്പിലെ കമ്മ്യൂണിറ്റി, ഇങ്ങനെ എല്ലാ വിധത്തിലുമുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിരിക്കും നമ്മളുടെ മെത്തേഡ് എന്ന് പറയുന്നത്. അതിന് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു നിങ്ങളോട് മീറ്റ് ദ സ്കോളർ എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ആ സെഷന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിച്ചാൽ, നമ്മളുടെയൊക്കെ ഒരു ഡ്രീമാണ് ഇപ്പം ഒരു യൂണിവേഴ്സിറ്റി ക്രാക്ക് ചെയ്യുക. അപ്പൊ അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഹൗ ക്യാൻ ഐ എന്നൊക്കെയുള്ള പലതരം കൺസേൺസും. അപ്പൊ നമ്മളെ മീറ്റ് ദ സ്കോളർ സെഷന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താന്ന് ചോദിച്ചാല്, ഇങ്ങനെ നമ്മളെപ്പോലെ ഡ്രീം ചെയ്തിട്ടുള്ള ആളുകളെ ലിസൺ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. കാരണം എന്താണ്, ദേ ഓൾറെഡി മെയ്ഡ് ഇറ്റ്. ഓക്കെ, അവരവരുടെ ആ വഴി ഉണ്ടാക്കിയ ആളുകളാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ചില ഇൻസൈറ്റ്സ് ഉണ്ടാവും, ഹൗ അവരെങ്ങനെ ചെയ്തു, അതിൽ നിന്ന് നമ്മളുടെ വഴി ഉണ്ടാക്കാൻ എന്തൊക്കെ നമുക്ക് ഇൻപുട്സ് എടുക്കാം എന്നുള്ളത്. അപ്പൊ ഒന്നാമത്തെ കാര്യം, നമ്മളുടെ മീറ്റ് ദ സ്കോളർ സെഷന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഈ ഒരു ഇൻസൈറ്റ്സ്, അവരുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, അവരുടെ ഒരു ജേർണീസ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ വി വിൽ ഗെറ്റ് സംതിങ്. ഓക്കെ, അത് വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും. നോട്ട് ലൈക്ക് നമ്മളെ ക്ലാസ് പോലത്തെ അങ്ങനെ ഭയങ്കര സീരിയസ് ആ ടൈപ്പ് സാധനം ആയിരിക്കും. വളരെ ഇൻഫോർമൽ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു മീറ്റ് ദ സ്കോളർ സെഷനെയും വളരെ സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യണം. ചെയ്തതിൽ വളരെ സന്തോഷം. ദാറ്റ് ഇസ് റിയലി അപ്രീഷിയബിൾ. ഇതായിരിക്കും ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തത്, നമ്മളെ മീറ്റ് ദ സ്കോളർ എന്ന് പറയുന്നത് നമ്മളെ പെപ്പിന്റെ അലൂമിനീസ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിനെയും കൂടി റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നമ്മളും ഡ്രീം ചെയ്യുന്നതാകുമ്പോൾ അവിടത്തേക്കുള്ള പോസിബിലിറ്റീസ്, അതിന്റെ ചലഞ്ചസ്, അതിന്റെ ഗുഡ്സ്, അതുപോലെ തന്നെ കോഴ്സിന്റെ ഡീറ്റെയിൽസ്, ഫീസ്, ഇങ്ങനെയുള്ള നമുക്ക് റിയൽ ലൈഫിൽ നേരിട്ട് അറിയേണ്ട പല സാധനങ്ങൾ. ഇപ്പൊ നിങ്ങൾ പലരും എന്നോട് സ്പെഷ്യലൈസേഷൻ ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാറില്ലേ, നമുക്ക് മീറ്റ് ദ സ്കോളർ സെഷൻസ് വരും, അപ്പൊ ആ സമയത്ത് ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി വൈസിലും കൂടിയാണ് അറിയേണ്ടത്. അപ്പൊ ഏതായാലും ഇന്ന് നമ്മുടെ ഒന്നാമത്തെ മീറ്റ് ദ സ്കോളർ സെഷൻ ആണ്. ഞാൻ വളരെയധികം അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. കാരണം ഇന്നത്തെ മീറ്റ് ദ സ്കോളറിൽ നമ്മുടെ കൂടെ ഉള്ളത് അനന്യ ജോസഫൈൻ ആണ്. അനന്യ ഇവിടെ ഇല്ലേ? അനന്യ ഹായ്. അനന്യ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ഓക്കെ. അപ്പം അനന്യയെ ഞാൻ നമ്മുടെ സെഷനിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാണ്. അനന്യ നമ്മുടെ കഴിഞ്ഞ പെപ്പിന്റെ ബാച്ചിൽ ഇന്ന് യുവക്ഷേത്ര കോളേജിൽ നിന്ന് ഉണ്ടായിരുന്ന പെപ്പിയനാണ്. കാലടി യൂണിവേഴ്സിറ്റിയുടെ 1ാം റാങ്കും അതുപോലെ തന്നെ നമ്മുടെ പെപ്പിൽ നിന്ന് CUT, കഴിഞ്ഞ വർഷത്തെ CUT നമുക്കറിയാം 300-ലായിരുന്നു മാർക്ക്. അതിൽ 276 or 8 അത്രയും ടോപ്പ് ലെവൽ മാർക്ക് വാങ്ങിയിട്ട് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയും അപ്ലൈ ചെയ്ത എല്ലാ യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ കിട്ടിയ, അതായത് അംബേദ്കർ യൂണിവേഴ്സിറ്റി നമുക്കറിയാം ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഞാനിപ്രാവശ്യം ഏറ്റവും വലിയ ഹാപ്പിയും അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മളെ പെപ്പിയൻസ് ക്രാക്ക് ചെയ്തതായിരുന്നു. അപ്പം പോണ്ടിച്ചേരി, അംബേദ്കർ, അങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റികളും ക്രാക്ക് ചെയ്യുന്ന ആ ഒരു ഹൈ സ്കോറിലേക്ക് എത്തിയിട്ടുള്ള അനന്യയാണുള്ളത്. അനന്യ ഓൾസോ ഇൻ ഡൽഹി. ഐ ആം ഓൾസോ ഹിയർ ഇൻ ഡൽഹി. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഇയർ ദിസ് ടൈം യു വിൽ ഓൾസോ ബി ഹിയർ ഇൻ ഡൽഹി സം വൺസ്. ഓക്കെ, പല ആളുകളും ഇവിടെ ഉണ്ടാവും. അപ്പൊ ഏതായാലും അനന്യയുടെ ഒരു പ്രിപ്പറേഷൻ ജേർണി, ആ ഒരു എക്സ്പീരിയൻസസും മെത്തഡോളജിയും ഒക്കെ നമുക്ക് പരിചയപ്പെടാം, കേൾക്കാം. നിങ്ങൾക്ക് ഈസിലി ഇന്ററാക്ട് ചെയ്യാം. അപ്പം ഏതായാലും അനന്യയെ ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി ഇൻവൈറ്റ് ചെയ്യാണ് നിങ്ങൾ എല്ലാവരെയും. അതുപോലെ തന്നെ ഏതായാലും ഞാൻ അനന്യയിലേക്ക് കൈമാറാണ്. ആൻഡ് എനിക്കൊരു ചെറിയൊരു എമർജൻസി ഉള്ളതുകൊണ്ട് ഞാൻ ലീവ് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിനാൻക ഇവിടെ അവൈലബിൾ ആയിരിക്കും സെഷൻ കഴിയുമ്പോൾ റെക്കോർഡ് ഓഫ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. ലിസൺ കെയർഫുള്ളി ആൻഡ് മേക്ക് യുവർ ഓൺ വേ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും കേൾക്കുന്നില്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുവോ? കേൾക്കുന്നുണ്ട് മാം. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഞാൻ ആഗ്രഹിച്ചൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എന്നെ എത്താൻ സഹായിച്ച പെപ്പിന്റെ എല്ലാ മെന്റേഴ്സിനോടും സപ്പോർട്ടിംഗ് സ്റ്റാഫ്, എന്റെ ബാച്ച്മേറ്റ്സ് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യം തുടങ്ങാം.
അപ്പോ നമ്മള് സ്വപ്നം കാണുമ്പോൾ നമ്മൾ പറയും നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് 3 കാരണങ്ങൾ വേണം. ഒന്ന്, നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. പിന്നെ ദൈവത്തിന്റെ ഒരു കൃപ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് പറയാറുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും ലക്ഷ്യങ്ങൾ കാണുന്നവരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത വർഷം CUET PG ക്രാക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയി പഠിക്കണം. ആ ലക്ഷ്യത്തോടെയാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. അപ്പൊ ഇനി അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. നമ്മൾ പരിശ്രമിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ ആ ഒരു കയ്യൊപ്പ് എന്തായാലും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു, അത് എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തത്, അത് ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് പറഞ്ഞു തരാം. ബോറടിക്കുകയാണെങ്കിൽ പറയണം. ഓക്കെ, ഞാനിപ്പം വീഡിയോ ഓഫ് ചെയ്യും, എന്നിട്ട് പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആരെങ്കിലും ഒരാള് മൈക്ക് ഓൺ ആക്കിയിട്ട് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറയണേ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട് മാം. ഓക്കെ, ഇപ്പൊ ഷഹീർക്ക പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ഡിഗ്രി ചെയ്തത് പാലക്കാട് യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ കോളേജിലാണ്. ഫൈനൽ ഇയർ ആയപ്പോഴാണ് എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിന് ജോയിൻ ചെയ്തത്. ഞാൻ പെപ്പില് ഒരു ലേറ്റ് കമ്മർ ആയിരുന്നു. ഡിസംബർ ഒക്കെ ആയപ്പോഴാണ് ഞാൻ പെപ്പിലേക്ക് വരുന്നത്. അപ്പം ഇനീഷ്യലായിട്ട് ഞാനും ഇങ്ങനെ നമുക്കും CUET ഒക്കെ ക്രാക്ക് ചെയ്യണം, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കണം, ഇങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ കാണായിരുന്നു. അപ്പോൾ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് ഓക്കെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, അതായിരുന്നു എൻ്റെ ആദ്യത്തെ ആഗ്രഹം. അപ്പൊ ഫസ്റ്റ് ഞാനൊരു വിഷ് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചു, ഇന്ന യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടണമെന്ന്. അപ്പോൾ എൻ്റെ ഒരു വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ് മുംബൈയിലെ ടിസ്, ഡൽഹി യൂണിവേഴ്സിറ്റി, ചെന്നൈയിലെ RGNIYD, പോണ്ടിച്ചേരി. അപ്പോൾ സ്വപ്നം കാണാൻ തുടങ്ങി, ഈ യൂണിവേഴ്സിറ്റിയിൽ അടുത്ത വർഷം ആകുമ്പോൾ MAയോ MSCയോ ഏതെങ്കിലും ഒന്നിന് പഠിക്കണം, അത് തീരുമാനിച്ചു. അപ്പൊ ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് ഓറിയന്റേഷൻ ക്ലാസ്സസ് ഒക്കെ ആ ടൈമിൽ ഉണ്ടായിരുന്നു. അപ്പൊ പെപ്പിന്റെ ഒക്കെ ഓറിയന്റേഷൻ ക്ലാസ്സുകളിലൊക്കെ കയറി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറയും ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾ MCQs വർക്ക്ഔട്ട് ചെയ്യണം, വായിക്കണം, പഠിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു, നോട്ട് ചെയ്തൊക്കെ വെക്കുമായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഇനീഷ്യലി ഒരു ഏപ്രിൽ മെയ് ആ സമയമായപ്പോഴാണ് ഇതിന്റെ ഒരു ചൂട് കയറി പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചിട്ട് തുടങ്ങാം എന്നുള്ള ഒരു രീതിയിലേക്കായിരുന്നു ആദ്യം മൈൻഡ് പോയത്. അങ്ങനെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അതില് ഉണ്ടായിരുന്ന കുറെ ബുക്കുകൾ, ബാരൺ, വെയിൻ വെയ്റ്റൺ, അങ്ങനെ 1-2 ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ ചെറിയ രീതിയിൽ വായന തുടങ്ങി. അങ്ങനെ മെമ്മറി ഒക്കെ വെച്ചിട്ടായിരുന്നു തുടങ്ങിയത്. അങ്ങനെ ഒരു ഫസ്റ്റ് ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഏതെങ്കിലുമൊക്കെ MCQ ചെയ്തു നോക്കാം, ചിലപ്പോൾ എനിക്ക് ആൻസർ ചെയ്യാൻ എളുപ്പത്തിൽ പറ്റിയാലോ, അങ്ങനെ ഒരു വിചാരം വന്നു. അങ്ങനെ ഞാൻ പഴയ CUETയുടെ അല്ല, യൂണിവേഴ്സിറ്റി ഓഫ് പോണ്ടിച്ചേരി, ഡൽഹി, അവരൊക്കെ പണ്ട് സെപ്പറേറ്റ് ആയിട്ടായിരുന്നു എക്സാംസ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നെറ്റിൽ കയറി സെർച്ച് ചെയ്തിട്ട് ഞാൻ മെമ്മറിയുടെ പർട്ടിക്കുലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് നോക്കിയപ്പം എനിക്ക് അന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ അങ്ങനെ ഡൽഹിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു. 2-3 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. പക്ഷെ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എത്തിയപ്പോഴേക്കും അത് മെമ്മറിയിലുള്ളതാണ്, പക്ഷെ എനിക്ക് ആ കൺസെപ്റ്റോ ആ ക്വസ്റ്റ്യനോ മനസ്സിലാക്കാനോ ആൻസർ ചെയ്യാനോ പറ്റാതെ ഒന്ന് നിന്നുപോയി. ശരിക്കും ഒന്ന് പേടിച്ചു. കാരണം അത്രയും നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ് എന്നുള്ളൊരു ഇതിൽ ഞാൻ നിന്നിരുന്നു. പക്ഷെ പെട്ടെന്നൊരു MCQ കണ്ടപ്പം അങ്ങ് വരണ്ടുപോയി. എന്നിട്ട് ഞാൻ വീണ്ടും വന്ന് ആ പർട്ടിക്കുലർ ടോപ്പിക് ഒന്നും കൂടെ വായിച്ച് തിരിച്ച് വീണ്ടും വന്ന് ആ MCQയിലെ ക്വസ്റ്റ്യൻ വായിച്ച് അത് ആൻസർ ചെയ്യാൻ നോക്കി. അപ്പൊ എനിക്ക് ഇത്തിരിയും കൂടെ എളുപ്പത്തിൽ കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി ബുക്ക് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. ബുക്കും ഒരുമിച്ച് കൊണ്ടുപോകണം, MCQ ഒരുമിച്ച് കൊണ്ടുപോകണം. അങ്ങനെ ഞാൻ കുറച്ച് ട്രൈ ചെയ്തു. പിന്നെ ഒരു ഡിസംബർ ഒക്കെ ആയപ്പോഴാണ് ഞാൻ പെപ്പിൽ ജോയിൻ ചെയ്തത്. അതിനു മുമ്പ് പെപ്പിന്റെ ടിസ്നെറ്റ് ബാച്ചിലായിരുന്നു.
ഒക്ടോബർ നവംബർ ആയപ്പം അവരെ ടിസ്നെറ്റ് ക്യാൻസൽ ചെയ്തു, CUET PG ആക്കി. അപ്പൊ എന്നെയും ബാച്ച് തിരിച്ച് ഇതിലേക്ക് വിട്ടു. ഞാൻ അങ്ങനെ ഇതിന്റെ ക്ലാസ്സിൽ കയറുമ്പം ഇതിലെ പിള്ളേര് ക്യുസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതില് ഒരു 5-6 പിള്ളേർ ഒരുമിച്ച് ചേർന്ന് ഒരു ടോപ്പിക്കിന്റെ ക്വിസുകൾ ഇടും. നമ്മൾ അതിന് ആൻസർ കൊടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ കടന്നു പോകും തോറും അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് ഇത്തിരിയും കൂടെ പേടിയായി. അയ്യോ, എന്നെ കൊണ്ട് പറ്റുമോ പറ്റില്ലേ? പക്ഷെ എനിക്കത് വേണമായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും എൻട്രൻസ് ചെയ്ത് മുമ്പോട്ട് വരണമായിരുന്നു. അപ്പോ എന്ത് ചെയ്യാൻ തുടങ്ങി, MCQ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അവര് ചെയ്യുന്നത് കണ്ടിട്ട് അവരിങ്ങനെ ആൻസർ പറയും, ആൻസർ ഇടും. അങ്ങനെ അവരുടെ പാറ്റേൺ ഫോളോ ചെയ്ത് ഞാൻ മെല്ലെ മെല്ലെ MCQs ചെയ്ത് അതിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്ത്, ലെക്ചർ ബുക്ക് പറ്റുന്നത്ര റീഡ് ചെയ്ത്, പെപ്പ് ക്ലാസ് വെക്കുമ്പം ഞാൻ നോട്ട്സ് എഴുതിയെടുക്കും. റെക്കോർഡഡ് ക്ലാസ്സസ് ആണെങ്കിലും ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ചെയർ, ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ പഠിക്കുക, അത് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. ഞാൻ ഒരു സ്ഥലം അതിനു വേണ്ടിയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. മാക്സിമം ഞാൻ ക്ലാസ്സുകള് ഇപ്പൊ ലൈവ് ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ അറ്റൻഡ് ചെയ്ത് പോവുക, അപ്പൊ തന്നെ ലെക്ചർ നോട്ട് ഉണ്ടാക്കുക, അത് കഴിഞ്ഞതും പറ്റുവാണെങ്കിൽ മെറ്റീരിയൽസ് വായിക്കുക, MCQs പറ്റുന്നത്രയും ചെയ്യുക. അങ്ങനെ ഒരു പാറ്റേൺ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇടയ്ക്ക് ഒന്ന് രണ്ട് അസുഖം ഒരു പ്രാവശ്യം വന്നപ്പോഴും പിന്നെ കുറച്ച് വീട്ടിൽ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴും മാത്രമാണ് ഒന്ന് ലാഗായി പോയത്. ബാക്കി കറക്റ്റായി ഞാൻ ലൈവ് അങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് എഫക്റ്റീവ് ആണെന്ന്. നമ്മൾ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പം ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ പെട്ടെന്ന് ആൻസർ പറയും. അപ്പൊ ഒരു ടെൻഡൻസിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ പറയണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അറ്റൻറ്റീവ് ആയിട്ടിരിക്കും. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നമ്മൾ അതിന്റെ കൂടെ ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കുമ്പം ആ കേട്ടത് ഒന്നും കൂടെ എഴുതുമ്പോൾ ഒന്നും കൂടെ പഠിയും. പിന്നെ അതൊന്നും കൂടെ വായിച്ചു നോക്കുമ്പോൾ തലയ്ക്കകത്തൊന്നും കൂടെ നിൽക്കും. പിന്നെ ഒരു 4-5 MCQs വർക്കൗട്ട് ചെയ്യുമ്പം ആ MCQ ചെയ്യാനുള്ള നമ്മുടെ പേടിയും പോവും. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഫെമിലിയാരിറ്റി കിട്ടും. ഇപ്പോൾ CUET PGയുടെ ക്വസ്റ്റ്യൻസ് അത് ഇങ്ങനത്തെ MCQs ആയിരിക്കും വരിക. ഇങ്ങനത്തെ ഒരു MCQ വന്നു കഴിഞ്ഞാൽ എത്ര സമയം ഒരെണ്ണത്തിന് കൊടുക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് കറക്റ്റ് ആൻസർ, ഇപ്പൊ ചിലപ്പോൾ ചിലതിൽ 2 ആൻസേഴ്സ് ഒക്കെ ഒരേപോലെ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ ഡിസ്ട്രാക്ടറിനെ മാറ്റിയിട്ട് കറക്റ്റ് ആൻസറിലേക്ക് എത്താം. അങ്ങനെ MCQ ചെയ്താണ് അത് നമ്മൾ പഠിക്കുക. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു പോകുമ്പോൾ കുറെ കൂടെ നന്നായിട്ട് എഫക്റ്റീവായിട്ട് പഠിച്ച് പോകാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു CUETയുടെ പ്രിപ്പറേഷൻ. ബുക്ക് വായിക്കുമായിരുന്നു, ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു, MCQs ചെയ്യുമായിരുന്നു. പിന്നെ പെപ്പിന്റെ ഡെയിലി ക്വിസ് ഉണ്ടായിരുന്നു, രാത്രി ഒരു 8 മണി തൊട്ട് 9 മണി വരെ. അത് ഓരോ ടോപ്പിക് എടുത്തിട്ട് 5-6 പിള്ളേർ ഒരുമിച്ച് ചേർന്നിട്ടാണ് അവര് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 15 ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻ വെച്ച് അവരെ ഗ്രൂപ്പിലിടും. അപ്പൊ നമ്മൾ ആ പർട്ടിക്കുലർ ടൈമില് ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം. നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് എഴുതിയെടുത്തിട്ട് അത് പഠിച്ചു വെക്കും. അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും ചിലപ്പോൾ ട്വിസ്റ്റ് ചെയ്ത് തരും. നമുക്ക് അതിന്റെ ആൻസർ അറിയാം, പക്ഷെ അതിൽ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അങ്ങനെ വരുമ്പം അതൊന്നും കൂടെ പഠിക്കാം. കൺഫ്യൂഷൻ വരാനുള്ള കാരണം എന്തായിരുന്നു, അവിടെ എങ്ങനെ അത് ശരിയാക്കാം, അങ്ങനെ പഠിച്ച് പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ്. മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് ചെയ്യുമായിരുന്നു. കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മാക്സിമം ആൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിഷ്യലി നമ്മൾ തുടങ്ങുമ്പം ഞാൻ പറഞ്ഞതുപോലെ MCQ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വരണ്ടു പോകും. പക്ഷെ വരണ്ടു പോയിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിർത്തരുത്. നമ്മൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ഒന്നും കൂടെ ചെയ്യാൻ ശ്രമിക്കുക. അത് നമുക്ക് അറിയില്ല എന്നാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ പെപ്പിന്റെ തന്നെ മെന്റേഴ്സിന്റെ അടുത്ത് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്ന് ചോദിക്കുക. എന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ പോർഷൻ, ഇപ്പൊ വർക്കിംഗ് മെമ്മറി എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു പാർട്ട് നമ്മളങ്ങ് വായിച്ച് തറാക്കി നമ്മൾ അങ്ങനെ മുമ്പോട്ട് പോവാം. അപ്പൊ ഒരിക്കലും നിങ്ങൾ പേടിക്കരുത്. ഇപ്പൊ ചിലപ്പോൾ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം എല്ലാവർക്കും ആൻസർ പറയാൻ പറ്റുന്നുണ്ടാവും, ഭയങ്കര സ്പീഡിൽ നമ്മൾ എല്ലാവരും ആൻസർ പറയും. അപ്പോ നമ്മുടെ ഉള്ളിലുണ്ടാവും ഇത്രയും കുട്ടികൾക്ക് ആൻസർ അറിയാലോ, എനിക്ക് പറ്റുമോ, എനിക്ക് പറ്റില്ലേ. അതൊന്നും ഓർത്ത് നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, പേടിക്കുകയേ ചെയ്യരുത്.
ആര് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നമുക്ക് എന്താ വേണ്ടത്? ഒരൊറ്റ സീറ്റ് മതി ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. ആ ഒരൊറ്റ സീറ്റ് നമുക്ക് കിട്ടാൻ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഞാനൊരു സ്ലോ ലേണർ ആയിരുന്നു. എനിക്ക് ഒരു സാധനം പഠിച്ചെടുക്കാൻ ഒരുപാട് സമയം വേണം. അതുപോലെ MCQs വർക്കൗട്ട് ചെയ്യാനും എനിക്ക് കുറച്ചധികം സമയം വേണമായിരുന്നു. പക്ഷെ പിന്നെ ഗ്രാജുവലി ആ സമയം കുറഞ്ഞു വന്നു. ഇങ്ങനെ എക്സാമിന്റെ സമയത്ത് എനിക്ക് എല്ലാം ആൻസർ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒന്നും കൂടി നോക്കാനുള്ള സമയം വരെ കിട്ടി. അപ്പോ ഇനീഷ്യലി നമ്മൾ സ്ലോ ലേണർ ആണോ ഫാസ്റ്റ് ലേണർ? ആരത്? അമ്മേ. ഹലോ. ഓക്കെ, ഇനീഷ്യലി നമ്മൾ സ്ലോ ലേണർ ആണോ ഫാസ്റ്റ് ലേണർ ആണോ? അപ്പൊ അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ ഓരോ ദിവസവും സിലബസ് മനസ്സിലാക്കാൻ 12-13 ടോപ്പിക് ഉണ്ട്. അപ്പൊ ആ 12-13 ടോപ്പിക് പഠിക്കാൻ നമുക്ക് എത്ര സമയം വേണം? ഓരോന്നിനും അതിനനുസൃതമായിട്ടുള്ള ടൈമുകൾ നമ്മൾ ഫിക്സ് ചെയ്യുക. ഇന്ന ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ട് ഞാൻ മോട്ടിവേഷനും ഇമോഷനും പഠിക്കും, അതിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യും. അല്ലെങ്കിൽ ഇന്നൊരു ദിവസം ഞാനൊരു 15 MCQ ചെയ്യും. അങ്ങനെ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അതിനൊരു സ്ലോട്ട് കൊടുക്കുക. നമുക്ക് എപ്പോഴാണോ സൗകര്യമുള്ള ഒരു ടൈം, ആ ഒരു ടൈം കൊടുത്തിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നല്ലോണം പഠിക്കാൻ പറ്റും. നമ്മുടെ സബ്ജക്ട് നോളജും അതിനനുസരിച്ചിട്ട് വരും. MCQസും നന്നായി ചെയ്യാൻ പറ്റും. CUT PGയിൽ നല്ലൊരു സ്കോറും ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും ഫൈനൽ ഇയർ ആയിരിക്കും. ഇപ്പൊ ഫൈനൽ ഇയറിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നമുക്ക് കോളേജിൽ പോകണം, നമ്മുടെ പ്രാക്ടിക്കൽസ്, ഇപ്പം എനിക്കൊക്കെ 2 പ്രാക്ടിക്കൽസും ഒരു റിസർച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വേറെ പല യൂണിവേഴ്സിറ്റിയിലും പഠിച്ചവർക്ക് ഇന്റേൺഷിപ്പ്, ഫീൽഡ് വിസിറ്റ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഇതിന്റെ ഇടയിൽ കൂടി നമുക്ക് എൻട്രൻസ് പ്രിപ്പറേഷൻ കൊണ്ടുപോകണം. പിന്നെ കോളേജ് ഡേ സ്പോർട്സ് ഡേ അങ്ങനത്തെ പ്രോഗ്രാമുകൾ വരും. പിന്നെ നമുക്ക് വീട്ടിലും പുറത്തുമായിട്ട് വേറെ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും. അപ്പം ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് കൊണ്ടുപോകണം. നമ്മളിപ്പോ കോളേജിൽ ഫോക്കസ് ചെയ്ത് കോളേജിൽ നിന്ന് തിരിച്ചു വന്നിട്ട് എനിക്ക് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യണം? അതൊരു റീസൺ ആയിട്ട് നമ്മൾ എടുക്കരുത്. എങ്ങനെയെങ്കിലും ഒരു സമയം കണ്ടുപിടിച്ച് അതിനുവേണ്ടി അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ അത്രയും സ്പെയർ ചെയ്ത് ആ സമയത്തിൽ എത്ര പഠിക്കാൻ പറ്റും അത് വേണം നമ്മൾ നോക്കാൻ. കാരണം എന്താ പറയാ, നല്ല കോമ്പറ്റീഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മളൊന്ന് അധ്വാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഒരു എഫേർട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഉള്ളപ്പം ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാല് രാവിലെ നേരത്തെ എണീക്കുമായിരുന്നു. ഒരു 4-5 o'clock ആകുമ്പോഴേക്കൊക്കെ എണീക്കുമായിരുന്നു. ഇപ്പൊ രാവിലെ ആ ഒരു പർട്ടിക്കുലർ ടൈം തൊട്ട് ഒരു 6-6:30 വരെ ഞാൻ എൻട്രൻസ് പ്രിപ്പറേഷൻ പഠിക്കാൻ വേണ്ടി ഇരിക്കും. ഒന്നുകിൽ നോട്ട് വായിച്ചു നോക്കും, അല്ലെങ്കിൽ MCQs ചെയ്യും. അത് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് ചെയ്തു പോവായിരുന്നു. പിന്നെ ഒരു 6:30 to ഈവനിങ് 4-4:30 5 o'clock വരെ കോളേജിൽ പോകാനുള്ള പ്രിപ്പറേഷൻ, കോളേജിൽ പോക്ക് വരവ്, അങ്ങനെ. പിന്നെയും എന്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിക്ക് ശേഷമാണ് പഠിക്കാനിരിക്കുക. അപ്പൊ കോളേജിലെ വർക്ക് ഉണ്ടാവും, റെഫ് റെക്കോർഡ് എഴുതാനുണ്ടാവും, പ്രാക്ടിക്കൽ എഴുതാനുണ്ടാവും. അതുപോലെ റിസർച്ചിന്റെ ഞങ്ങൾക്ക് വെള്ളിയാഴ്ചകളിലായിരുന്നു റിസർച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വരിക. അപ്പൊ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കൂടുതലും റിസർച്ചിന്റെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചെയ്യുക, ഇൻട്രോയിന് വേണ്ട കാര്യങ്ങൾ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കൊടുത്തിരുന്നത് വെനസ്ഡേ തേഴ്സ്ഡേ ആ ദിവസങ്ങളായിരുന്നു. അപ്പൊ ഒരു 6 to 10 എന്ന് പറയുന്നത് കോളേജിലെ വർക്കിന് വേണ്ടിയിട്ട് വീണ്ടും പാക്ഡ് ആയിരുന്നു. 10 മണിക്ക് ശേഷം എനിക്ക് വീണ്ടും ഒരു മണിക്കൂർ കിട്ടും. അപ്പൊ 10 to 11 ഞാൻ വീണ്ടും എന്ത് ചെയ്യും? എൻട്രൻസിന്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും. അങ്ങനെ രാവിലത്തെ ടൈമും വൈകുന്നേരത്തെ ടൈമും. പിന്നെ കോളേജിൽ ഫ്രീ അവർ കിട്ടുവാണെങ്കിൽ ലൈബ്രറിയിൽ പോയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു. നമ്മുടെ അറിയാലോ, ഫൈനൽ ഇയർ ആയി കഴിഞ്ഞാൽ എല്ലാ പിള്ളേരും എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും, വേറെ വേറെ കോച്ചിങ് ക്ലാസ്സുകളിലാണെങ്കിലും. പക്ഷെ ക്ലാസ്സിൽ ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും. സമയം വെറുതെ പോവല്ലേ, നമുക്ക് പഠിച്ചാലോ പറഞ്ഞിട്ട് ഞങ്ങൾ ലൈബ്രറിയിൽ പോവായിരുന്നു. അവിടെ ഞങ്ങൾ കൂടുതലും പഠിച്ചിരുന്നത് പേഴ്സണാലിറ്റി, ഇന്റലിജൻസ്, അതുപോലത്തെ കാര്യങ്ങളാണ്. ആ ഒരു 1 hour ഒക്കെ ഫ്രീ അവർ കിട്ടുമ്പം ഞങ്ങൾ ലൈബ്രറിയിൽ പോയിരുന്നു. അങ്ങനെ MCQs ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പൊ അതും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീ അവർ കിട്ടുന്ന സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ക്ലാസ്സിലിരുന്ന് പഠിക്കുകയും ലൈബ്രറിയിൽ പോയിരുന്ന് പഠിക്കുകയും MCQs ഡിസ്കസ് ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുക,
അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സമയം ലാഭിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ വീക്കെൻഡ്സ് കിട്ടുന്ന സമയത്തും ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ കൂടുതൽ സമയം എൻട്രൻസ് പ്രിപ്പറേഷൻ കൊടുക്കും. ഒരു രാവിലെ 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ ആ ഒരു സമയം തൊട്ട് 7, 7:30, 8 മണി വരെയൊക്കെ എൻട്രൻസിന് വേണ്ടി കൊടുത്തിട്ട് ബാക്കി ടൈം കോളേജിൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാൻ, അങ്ങനെയായിരുന്നു മാക്സിമം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇപ്പം വീട്ടിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയാ പറഞ്ഞ് നിങ്ങൾ എങ്ങനെ കേട്ടിട്ടുണ്ടോ, ടീച്ച് ചെയ്യുക, നമ്മുടെ റൂമിനകത്തുള്ള വാളിനെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ച് കേൾപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഞാൻ കുറച്ച് അങ്ങനെയായിരുന്നു. പഠിച്ച കാര്യങ്ങൾ ഞാനിങ്ങനെ റൂമിൽ ആരും ഉണ്ടാവില്ല, പക്ഷെ ഞാനൊരു കുട്ടി എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ സങ്കല്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ അതിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതും എനിക്ക് കുറച്ച് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കോളേജിലെ വർക്കും നിങ്ങളുടെ എൻട്രൻസ് പ്രിപ്പറേഷനും നിങ്ങളുടെ റിസർച്ചും നിങ്ങളുടെ ഫീൽഡ് ആക്ടിവിറ്റി അതൊക്കെ കഴിയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇത് ജസ്റ്റ് ഞാൻ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങൾ ഞാനിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തതാണ്. ഇപ്പം ലാസ്റ്റ് ഇയർ ഏപ്രിലൊക്കെ 2-3 കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു നവംബർ, ഡിസംബർ, ജനുവരി ഒക്കെ വന്നപ്പോഴേക്കും 2-3 കാര്യങ്ങൾ ഉണ്ടായടുത്ത് 8 കാര്യങ്ങൾ, 9 കാര്യങ്ങൾ. അപ്പം അങ്ങനെയാണ് നമ്മള്. അപ്പൊ അടുത്ത വർഷം നിങ്ങൾക്ക് മാർച്ചിലാണ് CUET വരുന്നതെങ്കിൽ അടുത്ത ഡിസംബർ, ജനുവരി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് 6th സെമ്മിന്റെ എക്സാം വരും. പ്രോജക്റ്റിന്റെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെക്കേണ്ട അത് വരും. ഫീൽഡ് വിസിറ്റും ഇന്റേൺഷിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഫയൽ സബ്മിറ്റ് ചെയ്യേണ്ട ടൈം വരും. ഇതിന്റെയൊക്കെ നടുക്ക് കൂടി എൻട്രൻസ് എക്സാമും വരും. അപ്പോ അവസാനത്തേക്ക് നിങ്ങൾ വെക്കരുത്. പറ്റുന്നത്രയും മുൻപിൽ നിങ്ങൾ പഠിച്ചു പോകും. അപ്പം ഇപ്പൊ എനിക്ക് തോന്നുന്നു 5th സെമ്മിന്റെ ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രേക്ക് ഉണ്ടാവും, ഒരു ഓണത്തിന്റെ ഒരു 10 ദിവസം. ആ ഒരു 10 ദിവസം നിങ്ങളൊന്ന് വൈസായിട്ട് യൂസ് ചെയ്യുക. പിന്നെ അതിനുശേഷം 6th സെമ്മിന്റെ തിരക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര സമയം നിങ്ങൾ എൻട്രൻസിന് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറെ കൂടി നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒക്കെ ആവുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾ ഒന്ന് പഠിച്ച് ഒരു റിവിഷന്റെ ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പം കഴിഞ്ഞ വർഷമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2-3 റിവിഷൻ കഴിഞ്ഞവർ തന്നെ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, എല്ലാവരും എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്വിസ് ചെയ്യുകയും തന്നെ റിവൈസ് ചെയ്യുക, ഗ്രൂപ്പായിട്ട് റിവൈസ് ചെയ്യുക, പലതരത്തിൽ പഠിച്ച കുട്ടികളുണ്ട്. അപ്പോൾ ഒരു മാർച്ച് ഒക്കെ ആകുമ്പോഴേക്കും 2-3-4 റിവിഷൻ കഴിഞ്ഞ പിള്ളേരുണ്ടായിരുന്നു, 2 റിവിഷൻ കഴിഞ്ഞ പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് അത് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാൻ പറ്റും, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ പറ്റുന്നത്രയും ഒന്നും പെൻഡിങ് വെക്കാതെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ബോറടിക്കുന്നുണ്ടോ മക്കളെ? ഓക്കെ. പിന്നെ എൻട്രൻസ് പ്രിപ്പറേഷന് ഞാൻ പറഞ്ഞ പോലെ ക്ലാസ്സുകൾ നമ്മൾ കഴിയുന്നത്രയും ഒരു സ്ഥലത്തിരുന്ന്, നിങ്ങൾ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തിരുന്ന് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങളുടെ മുറിയിലാണെങ്കിൽ തന്നെ ടേബിളും ചെയറും സെറ്റ് ചെയ്തിരുന്നിട്ട് പഠിക്കുക. ബെഡിൽ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. കാരണം നമ്മൾ വായിച്ച് നമ്മൾ ചിലപ്പോൾ ഉറങ്ങിപ്പോവും, അത് നമ്മൾ തന്നെ അറിയില്ല. അങ്ങനെ ഉറങ്ങണം എന്നാണെങ്കിൽ ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, ഞാൻ കുറച്ചു നേരം ഇരിക്കും, 45 മിനിറ്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയും ഞാനൊരു 10 മിനിറ്റ് കിടക്കാൻ പോവാണ്, എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കിടക്കുമായിരുന്നു. എന്നിട്ട് ചിലപ്പോൾ 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ് ഒക്കെ ആവും. എന്നാലും നമ്മൾ എണീറ്റ് എണീറ്റ് കഴിഞ്ഞാൽ മുഖം കഴുകി വീണ്ടും വന്നിരുന്ന് പഠിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾ മാക്സിമം ബെഡിനെ ഒഴിവാക്കുക. കാരണം നമ്മൾ തന്നെ അറിയില്ല, നമ്മൾ ഉറങ്ങി എണീക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക ഞാൻ ഉറങ്ങിയായിരുന്നു എന്ന്. അപ്പൊ ഒരു സ്ഥലം കണ്ടുപിടിക്കുക, അവിടെ ഇരിക്കുക, ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യുക. പിന്നെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ തന്നെ കഴിയുന്നതും ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. MCQs വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ഇന്നിപ്പോ നിങ്ങളെ ലേണിംഗ് പഠിപ്പിച്ചു, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് പഠിപ്പിച്ചതെങ്കിൽ നിങ്ങൾ ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു പ്രാവശ്യം കൂടെ വായിച്ചു നോക്കണം എന്നാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ വായിക്കുക. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ പെപ്പിന്റെ ആപ്പിൽ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ലേണിംഗിന്റെ തന്നെ കുറെ MCQs ഉണ്ടാവും. ആ MCQs എടുത്തു വെച്ച് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പൊ തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച സാധനവും നമ്മൾ ചെയ്യുന്ന MCQയും സെയിം ആവുമ്പോൾ നമുക്ക് കുറേം കൂടെ ക്വസ്റ്റ്യൻ മനസ്സിലായി ആൻസർ ചെയ്യാനുള്ള ആ ഒരു സ്കില്ല് നമുക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾ പഠിച്ചതിന് ശേഷം ആ ഫുൾ ലെസൺ നിങ്ങൾ പഠിച്ചു, ലേണിംഗ് ഫുൾ ലെസൺ നിങ്ങൾ പഠിച്ചു, എന്ത് ചെയ്യുക,
വീണ്ടും ഫുള്ളായിട്ട് ഒന്നും കൂടി ചെയ്യാനായിട്ട് നോക്കുക. അതായത് ഇപ്പൊ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് പഠിച്ചു, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ MCQ ചെയ്തു. അതിന് പകരം ലേണിംഗ് ഫുൾ പഠിച്ചു കഴിഞ്ഞിട്ട് ലേണിംഗിന്റെ ഏതെങ്കിലും ഒരു ടോപ്പിക്, ഓപ്പറന്റ് കണ്ടീഷനിങ്, ഒബ്സർവേഷണൽ ലേണിംഗ് ഏതെങ്കിലും ഒക്കെ എടുത്തിട്ട് നിങ്ങൾ റാൻഡം ക്വസ്റ്റ്യൻസ്, മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് ചെയ്തിട്ട് ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, എവിടെയാണ് നിങ്ങൾ ലാഗ് ചെയ്യുന്നത്, എവിടെയാണ് ഒന്നും കൂടി കയറി വരേണ്ടത്, അങ്ങനെ നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ അതിന് MCQ വർക്കൗട്ട് നിർബന്ധമാണ്. പറ്റുന്നത്രയും MCQs നമ്മൾ ചെയ്യുക. MCQ ചെയ്യുമ്പം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഒന്ന് നിർത്തണം, എന്നിട്ട് നോക്കണം എന്താണ് അവിടെ തെറ്റിപ്പോയത്, അത് തെറ്റാനുള്ള കാരണം എന്താണ്, ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തതാണോ, ട്വിസ്റ്റ് ചെയ്ത് തന്നതുകൊണ്ടാണോ, ഡിസ്ട്രാക്ടേഴ്സ് വന്നതുകൊണ്ടാണോ, അങ്ങനെ ഒന്ന് നമ്മൾ തന്നെ വാലുവേറ്റ് ചെയ്ത് ആ തെറ്റ് കറക്റ്റ് ആക്കിയിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിന്നെ നിങ്ങൾ സെക്കൻഡ് ടൈം ചെയ്യുന്ന സമയത്ത് സമയം നോക്കുക, എത്ര സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നു, എത്ര കറക്റ്റ് ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഓരോ ലെവലായിട്ട് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അവസാനം ആകുമ്പോഴേക്കും നിങ്ങൾ ആ MCQ നിങ്ങൾ അത്രയും ചെയ്തല്ലോ, അപ്പൊ നിങ്ങൾക്ക് MCQനെ പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നല്ലോണം സ്പീഡിൽ തെറ്റിക്കാതെ ചെയ്യാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ മോക്ക് ടെസ്റ്റുകൾ, നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും മോക്ക് ടെസ്റ്റുകൾ, നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ചെയ്യുക. ഇപ്പൊ CUETയുടെ 2020 തൊട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അവൈലബിൾ. പക്ഷെ അതിനു മുൻപ് തന്നെ പോണ്ടിച്ചേരി, ഡൽഹി, ഹൈദരാബാദ്, BHU ഇവരൊക്കെ നടത്തിയ കുറെ 56 or 60 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ എത്ര ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക. ആ ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ പഠിക്കുമ്പോൾ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കിയാൽ കുറേ കൂടി ഇത് ഓർമ്മയിലുണ്ടാവും. പിന്നെ നിങ്ങളെ സമയം പോലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഞാൻ പറഞ്ഞു വെയ്റ്റൺ ഉണ്ട്, ജനറൽ സൈക്കോളജിക്ക് വെയിൻ വെയ്റ്റൺ, സിസാറലി, ബാരൺ, അങ്ങനെ കുറെ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. സോഷ്യൽ സൈക്കോളജിക്ക് ബാരൺ ഉണ്ട്, അബ്നോർമലിനാണെങ്കിൽ ബച്ചർ ഉണ്ട്. പക്ഷെ അത് നിങ്ങളുടെ സമയം അനുസരിച്ചിട്ട്, നിങ്ങൾക്ക് ഒത്തിരി സമയം ഇല്ലെങ്കിൽ നിങ്ങളത് വായിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം കവർ ചെയ്ത് പോകാൻ നിങ്ങളെ കൊണ്ട് പറ്റണമെന്നില്ല. നിങ്ങളുടെ സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് വായിക്കുക. പിന്നെ തരുമല്ലോ കുറെ നോട്ട്സുകൾ നമുക്ക് കിട്ടുമല്ലോ, അപ്പൊ ആ നോട്ട്സും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുക, പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ സിലബസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പൊ നിങ്ങളുടെ റൂമിലാണെങ്കിൽ സിലബസ് ഒക്കെ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ 12 or 13 ടോപ്പിക്കുകളുണ്ട്. അപ്പൊ അത്രയും ടോപ്പിക്കുകളിൽ എളുപ്പമുള്ള ടോപ്പിക്കും ഉണ്ടാവും, ടഫായിട്ടുള്ള ടോപ്പിക്കും ഉണ്ടാവും. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ചിലർക്ക് ടഫായിരിക്കും, ചിലർക്ക് അബ്നോർമൽ സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി അതൊക്കെ ടഫായിരിക്കും. ഇമോഷൻ, മോട്ടിവേഷൻ, ലേണിംഗ്, മെമ്മറി ഇതൊക്കെ നമ്മൾ പൊതുവെ കുറച്ചും കൂടി എളുപ്പമാണെന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെ നിങ്ങൾ ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ചെയ്ത മെത്തേഡാണ്. ഞാൻ ആദ്യം ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എളുപ്പമാണെന്ന് തോന്നുന്ന ചാപ്റ്റേഴ്സിന് എനിക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കി. ഇപ്പൊ മെമ്മറി എനിക്ക് എളുപ്പമായിരുന്നു എന്നാണ്, അപ്പം ഞാൻ എന്ത് ചെയ്തു, മെമ്മറിയുടെ MCQs എടുത്തു വെച്ചിട്ട് ഞാനത് ചെയ്തു. എന്നിട്ട് 20 ചോദ്യം ഉണ്ടെങ്കിൽ 20 ചോദ്യത്തിൽ എത്ര എണ്ണം എനിക്ക് ശരിയായിട്ട് കിട്ടി, അതിനുശേഷം എന്താണ് തെറ്റിയത്, ഏത് ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്, അങ്ങനെ ഞാൻ നോക്കിയായിരുന്നു വന്നിരുന്നത്. പിന്നെ ടഫ് വരുന്ന സമയത്ത് ഞാൻ നല്ലോണം മെറ്റീരിയൽസ് നല്ലോണം നോക്കി, ക്ലാസ്സുകൾ നല്ലോണം നോക്കി, എന്നിട്ടേ ഞാൻ MCQs വർക്കൗട്ട് ചെയ്യില്ലായിരുന്നു. മറ്റേതിൽ പറഞ്ഞാൽ ഞാൻ ആദ്യം MCQ ചെയ്യും, എന്നിട്ട് എനിക്ക് തെറ്റിപ്പോകുന്ന ഭാഗം ഞാൻ വീണ്ടും വീണ്ടും വായിച്ചു പഠിക്കും, അങ്ങനെയായിരുന്നു. ഇപ്പൊ എനിക്ക് എപ്പോഴും തെറ്റിപ്പോകാറുള്ള ഒരു സാധനമായിരുന്നു പ്രൊസീജിയറൽ മെമ്മറി. നോൺ ഡിക്ലറേറ്റീവ് ആണോ, ഡിക്ലറേറ്റീവ് ആണോ, ഇംപ്ലിസിറ്റ് ആണോ, എക്സ്പ്ലിസിറ്റ് ആണോ, അതെനിക്ക് എപ്പോഴും തെറ്റിപ്പോകാറുള്ളതായിരുന്നു. അത് ഇങ്ങനെയല്ല ചോദിക്കുക, അവര് ഒരു സിറ്റുവേഷൻ തരും. ഇപ്പൊ നിങ്ങൾ സൈക്കിള് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ആ സ്കിൽ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് മെമ്മറിയാണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നിട്ട് അതിൽ ഇവര് ഇംപ്ലിസിറ്റ് മെമ്മറി, എക്സ്പ്ലിസിറ്റ് മെമ്മറി അങ്ങനെ കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് അത് കണക്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ അതിന് പഠിച്ചു വെച്ചൊരു മിമോണിക്സ് ആണ് PIN, പ്രൊസീജിയറല്, ഇംപ്ലിസിറ്റ്, നോൺ ഡിക്ലറേറ്റീവ്, പിന്നെ. അപ്പൊ സൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതൊരു പ്രൊസീജിയർ ആണ്. അപ്പൊ അതെന്തായിരിക്കും, എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, നമ്മുടെ ഉള്ളിലുള്ള ഒരു കഴിവാണ്. അപ്പൊ അത് ഇംപ്ലിസിറ്റ്, PII. പിന്നെന്താണ്, നോൺ ഡിക്ലറേറ്റീവ് ആണ്. അപ്പൊ അതുപോലെ എനിക്ക് തെറ്റുന്ന അവിടെയൊക്കെ ഞാൻ എന്ത് ചെയ്യായിരുന്നു, മിമോണിക്സ് നോക്കുമായിരുന്നു, അല്ലെങ്കിൽ ഓർത്തു വെക്കാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുമായിരുന്നു. അതുപോലെ പേഴ്സണാലിറ്റി പഠിച്ചപ്പോഴും ഇതുപോലെ കുറെ മിമോണിക്സ് ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, പഠിച്ചത്.
പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. MCQ നിങ്ങളെ കൊണ്ട് പറ്റുന്നത്രയും ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ CUET PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. ഇതിന്റെ കൂടെ തന്നെ എനിക്ക് കോളേജിൽ ഇഷ്ടംപോലെ വർക്ക് ഉണ്ടായിരുന്നു. എന്റെ കോളേജ് ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജാണ്. അപ്പൊ ഞങ്ങൾക്ക് ഫുൾ ക്ലാസ് ഉണ്ടായിരുന്നു. 9 to 3:30 വരെ 9:30 to 3:30 വരെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുമായിരുന്നു. ടീച്ചേഴ്സ് വന്നില്ലെങ്കിൽ മാത്രം ആ ടൈം ഞങ്ങൾ ലൈബ്രറിയിൽ പോയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ എനിക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യണം. എനിക്ക് 6 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 6 സബ്ജക്റ്റിനെയും മോഡ്യൂൾസ് കഴിയുമ്പോൾ ഓരോ മോഡ്യൂൾസ് കഴിയുമ്പോൾ എനിക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യണമായിരുന്നു. പിന്നെ എനിക്ക് 2 പ്രാക്ടിക്കലിലും കൂടെ 24 എക്സ്പെരിമെന്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ 24 എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണം. ഇതിന്റെ റഫ് റെക്കോർഡ് എഴുതണം. റഫ് റെക്കോർഡിൽ എഴുതുമ്പോൾ ഡിസ്കഷൻ പലപ്പോഴും തെറ്റി വരും. വീണ്ടും ഡിസ്കഷൻ ഒരുപാട് പ്രാവശ്യം റീറൈറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് കറക്ഷൻ കിട്ടാൻ. അത് കറക്ഷൻ കിട്ടിയിട്ട് വേണം പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് കംപ്ലീറ്റ് ആക്കാൻ. പിന്നെ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് അറിയാമല്ലോ, വൃത്തി നല്ലോണം വേണം. അപ്പോൾ നമ്മൾ വളരെ സമയം എടുത്ത് തെറ്റിക്കാതെ, വെട്ടാൻ ചാൻസ് കൊടുക്കാതെ, വൈറ്റ്നർ ഉപയോഗിക്കാൻ ചാൻസ് കൊടുക്കാതെ അത്രയും ശ്രദ്ധയോടെയാണ് പ്രാക്ടിക്കൽ റെക്കോർഡൊക്കെ ഞങ്ങൾ എഴുതിപ്പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇൻഡെക്സിലെ ഡേറ്റ് പോലും തെറ്റാതെ അത്രയും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. പിന്നെ റിസർച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒന്നും അറിയാത്തൊരു കാര്യമായത് കാരണം ഇനീഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു 4-5 പ്രാവശ്യമൊക്കെ ഇൻട്രോ വെച്ചിട്ടാണ് എൻ്റെ ഇൻട്രോ എനിക്ക് കറക്റ്റ് ചെയ്ത് കിട്ടുന്നത്. അതുപോലെയായിരുന്നു എൻ്റെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറും മെത്തഡോളജിയും ഒക്കെ. ഒത്തിരി പ്രാവശ്യം ഞങ്ങൾക്ക് കറക്ഷൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകും. അപ്പൊ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാല് പ്രാക്ടിക്കൽ അവേഴ്സ് ലീവ് ആവാതെ നോക്കുമായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും പ്രാക്ടിക്കൽ അവേഴ്സ് ഉള്ളപ്പം പ്രസന്റ് ആവുന്നത് കാരണം വേഗം ചെയ്തു തീർക്കാൻ പറ്റും. ചെയ്തു തീരുമ്പോൾ ഒരു 10-20 മിനിറ്റിന്റെ കാര്യമുള്ളൂ. ഇപ്പം അപ്പാരറ്റസ് വേഗം കിട്ടിക്കഴിഞ്ഞാൽ അത് വേഗം ചെയ്യാം. ചിലപ്പോൾ നമുക്ക് അപ്പാരറ്റസ് കിട്ടാൻ വൈകുമ്പോൾ മാത്രമേ നമ്മൾ ഇത്തിരി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുള്ളൂ, നമ്മുടെ ഫ്രണ്ട്സ് ചെയ്ത് തീരുന്നവരെ. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞതും ചിലപ്പോൾ ടീച്ചർ നമുക്ക് കൂടെ തന്നെ പറഞ്ഞു തരുന്നുണ്ടാവും റഫ് റെക്കോർഡ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അതിന്റെ എയിം, മെറ്റീരിയൽസ് അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് എഴുതി വെക്കുമായിരുന്നു. പിന്നെ എനിക്ക് ആകെപ്പാടെ ടേബിൾ വരയ്ക്കാനും റിസൾട്ടും ഡിസ്കഷനും അങ്ങനത്തെ കാര്യങ്ങളെ പെൻഡിങ് വെക്കുള്ളൂ. അപ്പൊ എനിക്ക് വീട്ടിൽ വന്ന് അത് മാത്രം ചെയ്താൽ മതി. അപ്പൊ ബാക്കി കിട്ടുന്ന സമയം എനിക്ക് ഈ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കായിരുന്നു. അതുപോലെ റിസർച്ച് ചെയ്യുന്ന സമയത്തും വെള്ളിയാഴ്ചയാണ് ടീച്ചറുമായിട്ടുള്ള ഡിസ്കഷൻ ഡേ. അപ്പൊ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഇരുന്ന് ഓരോ നമ്മൾ ഫസ്റ്റ് റഫ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കും. റഫ് ഡ്രാഫ്റ്റിൽ ടീച്ചേഴ്സ് കറക്ഷൻ പറഞ്ഞു തരും. അപ്പൊ അടുത്ത ബുധനാഴ്ച വ്യാഴാഴ്ച ആകുമ്പോൾ വീണ്ടും ഇരുന്ന് ആ കറക്ഷൻസ് എല്ലാം നമ്മൾ തീർക്കും. പറ്റുന്നതും അന്ന് പറഞ്ഞു തരുന്ന അന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ടായിരുന്നു. കാരണം അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഓർമ്മയുണ്ടാവും. അപ്പൊ കുറച്ചും കൂടെ വേഗം നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. അപ്പൊ ആ മെത്തേഡ്സ് ഒക്കെ പറ്റുവാണെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ പ്രാക്ടിക്കൽ ഒക്കെ കഴിയുന്നതും ഞങ്ങളെ വെക്കേഷനിലാണ് ഒരു പ്രാക്ടിക്കൽ റെക്കോർഡ് ഞാൻ തീർച്ചത്. എൻ്റെ ക്രിസ്മസ് വെക്കേഷൻ കിട്ടിയപ്പം ഞാൻ ഒരു പ്രാക്ടിക്കൽ റെക്കോർഡ് ഫുള്ള് ആ 10 ദിവസത്തില് ഓരോ എക്സ്പെരിമെന്റ് 2 എക്സ്പെരിമെന്റ് വെച്ച് എഴുതി തീർത്തു. അപ്പൊ എനിക്ക് കുറച്ചും കൂടി സമയം ജനുവരി ഫെബ്രുവരിയിൽ എൻട്രൻസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രൻസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും, കോളേജിലെ സ്റ്റഡീസിലും ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ നോട്ട് എഴുതുന്ന സമയത്തും പിന്നെ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴും ശ്രദ്ധിക്കുന്നത് കാരണം എനിക്ക് എക്സാം ടൈമിൽ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സെമസ്റ്റർ എക്സാമും നന്നായി കൊണ്ടുപോകാൻ പറ്റും, എൻട്രൻസ് പ്രിപ്പറേഷനും നന്നായി കൊണ്ടുപോകാൻ പറ്റും. അതൊക്കെയായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്. ഇതിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാനുണ്ടോ? ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഈ സമയത്ത് മാം ഇന്റേൺഷിപ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിനോ? ഇല്ല, ഞാൻ ഇന്റേൺഷിപ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫസ്റ്റ് ഇയർ ഒക്കെ ആയ സമയത്ത് എന്നോടത്ത് ഒരു ടീച്ചർ ഇങ്ങനെ പറഞ്ഞിരുന്നു, നമുക്ക് കുറച്ചും കൂടിയിട്ട് ക്ലിനിക്കൽ സൈഡിലേക്ക് പോകാൻ കുറെ കൂടി കാര്യങ്ങൾ അറിയണം, പേഴ്സണാലിറ്റി ഡിസോർഡർ, സ്കിസോഫ്രീനിയ അതൊക്കെ അറിയണം. അപ്പൊ അതൊക്കെ നമ്മൾ എക്സ്പോസ്ഡ് ആവുന്നത് ഫൈനൽ ഇയറിലായത് കാരണം നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളത് മനസ്സിലാക്കിയിട്ട് പോയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് പറഞ്ഞു. അത് കാരണം ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ പോയില്ല. സെക്കൻഡ് ഇയറിലും പിന്നെ കുറെ കോളേജിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ വന്ന് നമ്മൾ അതിലങ്ങനെ നിന്നു, പോയില്ല. പക്ഷെ ഇവിടെ ഡൽഹിയിൽ വന്നപ്പം എൻ്റെ കൂടെ MA പഠിക്കുന്ന കുട്ടികൾ അവര് ഒരുപാട് ഇന്റേൺഷിപ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പല പല ഹോസ്പിറ്റലുകളിൽ, പല പല ഓർഗനൈസേഷൻസിൽ,
പിന്നെ സൈക്കോമെട്രിക്സ്, നമ്മുടെ ക്വസ്റ്റ്യനെയർ ഒക്കെ ഇല്ലേ, അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലങ്ങൾ ഇവിടെ അടുത്തുണ്ട്. അവിടെയൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് ഇവിടെ വന്ന കുട്ടികളെയാണ് ഞാൻ കണ്ടത്. അതുപോലെ എൻ്റെ പല ഫ്രണ്ട്സും വേറെ യൂണിവേഴ്സിറ്റിയിലുള്ളവരും ഇന്റേൺഷിപ്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. വേറെന്തെങ്കിലും? ഡൽഹി എങ്ങനെയുണ്ട്? ഡൽഹി കുഴപ്പമില്ലടാ, ഞാൻ വന്ന് കേറിയേ ഉള്ളൂ. ചൂടാണ്, മഴയും പെയ്യുന്നുണ്ട്. ക്യാമ്പസ് ഒക്കെ അടിപൊളിയാണ്. യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി ഓഫ് ആർട്സിലാണ് നമ്മുടെ ക്യാമ്പസ് ഉള്ളത്. ക്യാമ്പസ് അടിപൊളിയാ, ടീച്ചേഴ്സ് അടിപൊളിയാ, പഠിപ്പിക്കുന്നതൊക്കെ അടിപൊളിയാ. പിന്നെ പൊല്യൂഷനും അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത്രേ ഉള്ളൂ. ഡൽഹിയെ പറ്റി ഞാൻ പറയാം. വേറെ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ? എല്ലാരും പോയോ? ഓക്കെ, ഓക്കെ കണ്ടിന്യൂ ചെയ്യട്ടെ. യെസ് മാം. ഓക്കെ, ഇപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി എന്ന് പറയുമ്പം ഏറ്റവും പണ്ടത്തെ യൂണിവേഴ്സിറ്റി ആണ്. ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള ടൈം തൊട്ട് തന്നെ ഇവിടെ സൈക്കോളജി ഓഫർ ചെയ്യുന്നുണ്ട്. നല്ല റെപ്യൂട്ടേഷനുള്ള, ഇപ്പൊ DU-ൽ പഠിച്ചൊരു കുട്ടിയാണെന്ന് പറയുമ്പോൾ വളരെ നല്ല റെപ്യൂട്ടേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇവിടെ തന്നെ 2 ഇതുണ്ട്, നോർത്ത് ക്യാമ്പസും സൗത്ത് ക്യാമ്പസും. നോർത്ത് ക്യാമ്പസ് പറയുന്നത് ഡൽഹി സിറ്റിയുടെ ഉള്ളിലും, സൗത്ത് ക്യാമ്പസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു എന്താ പറയാ കാമായിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് ഡൽഹി സൗത്ത് ക്യാമ്പസ്. അത് ഈ ഡൽഹി കണ്ടോൺമെന്റിന്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ സൗത്ത് ക്യാമ്പസ് വരിക. നോർത്ത് ക്യാമ്പസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സിറ്റിക്ക് അകത്താണ്. അപ്പം ഇവിടെ അവിടെയും 2 ഡിഗ്രീസ് ആണ് ഓഫർ ചെയ്യുന്നത്. നോർത്ത് ക്യാമ്പസിൽ MA സൈക്കോളജിയും സൗത്ത് ക്യാമ്പസിൽ MA അപ്ലൈഡ് സൈക്കോളജിയും. ഇതിൽ ഞാൻ പഠിക്കുന്നത് ഡൽഹി നോർത്ത് ക്യാമ്പസിലാണ്. സൗത്ത് ക്യാമ്പസിൽ പഠിക്കുന്ന വേറെ കുറെ പെപ്പിയൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നോർത്ത് ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജി ഉണ്ട്. വേറെ 3 കോളേജസ് ഉണ്ട്. ദൗലത് റാം കോളേജ്, സാക്കിർ ഹുസൈൻ കോളേജ്, ഇന്ദ്രപ്രസ്ഥ കോളേജ് ഫോർ വിമൺ. ഈ 4 സ്ഥലത്തും കൂടി ചേർന്നിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജിയിലെ കുട്ടികളെ എൻറോൾ ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ യൂണിവേഴ്സിറ്റിയിലാണ്. എല്ലാ പിള്ളേരും ഇപ്പം ഇത്രയും കോളേജ് എന്ന് പറയുമ്പോൾ ഒരു 160 to 170 സ്റ്റുഡൻസിന്റെ ഇൻടേക്ക് നോർത്ത് ക്യാമ്പസിലുണ്ട്. പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്നത് കോളേജിലല്ല, യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് റൂമിലാണ് ഇത്രയും പിള്ളേരെ അവർ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് ചിലപ്പോൾ കോളേജുകളുടെ താഴെയായിരിക്കും. അത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഒന്നുകൂടെ പറയോ? നോർത്ത് ക്യാമ്പസില് 160 to 170 സ്റ്റുഡൻസിനെ വരെ എൻറോൾ ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും കുട്ടികളെ നമ്മൾ 3 കോളേജിന്റെ താഴെയും പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ താഴെയുമായിട്ടാണ് എടുക്കുക. നിങ്ങളിപ്പോ അപ്ലൈ ചെയ്തു, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ നോർത്ത് ക്യാമ്പസിൽ. അപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, നിങ്ങളുടെ പ്രിഫറൻസ് എന്താണ്? എന്നിട്ട് അവർ 4 ഓപ്ഷൻ തരും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജി, ദൗലത് റാം കോളേജ്, സാക്കിർ ഹുസൈൻ കോളേജ്, ഇന്ദ്രപ്രസ്ഥ കോളേജ് ഫോർ വിമൺ. അപ്പൊ ഈ 160 പിള്ളേരില്ലേ, ഇതില് ഏറ്റവും ഉയർന്ന മാർക്ക് കിട്ടിയ കുട്ടികളെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജിയിലേക്ക് റിസർവേഷന്റെ ആ ഒരു ക്രൈറ്റീരിയ കൺസിഡർ ചെയ്തിട്ട് എടുക്കും. എന്നിട്ട് പിന്നെ നമ്മുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ദൗലത് റാം കോളേജ്, സാക്കിർ ഹുസൈൻ കോളേജ്, ഇന്ദ്രപ്രസ്ഥ കോളേജ്, ഈ 3 കോളേജിന്റെ താഴെയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് കോളേജിലാണ്. പക്ഷെ നമ്മള് അവിടെയല്ല പഠിക്കുക. നമ്മളെ എല്ലാവരെയും യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജിയുടെ ക്ലാസ് റൂമില് യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സ് ആണ് പഠിപ്പിക്കുക. ഈ കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ വേരിഫിക്കേഷൻ, പിന്നെ നമുക്ക് ID കാർഡ്, ലൈബ്രറി കാർഡ്, ഇതൊക്കെ വേണമെങ്കിൽ ഇതിൽ ഒപ്പിട്ട് തരാൻ വേണ്ടിയിട്ട്, അതുപോലെ എക്സാം സമയത്ത് നമ്മുടെ ഹോൾ ടിക്കറ്റിൽ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് അത് ഈ കോളേജ് ത്രൂ ആയിരിക്കും. നമ്മൾ ഫീസ് അടയ്ക്കുന്നതും കോളേജിനാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും. പക്ഷെ ക്ലാസ് എല്ലാം എവിടെയായിരിക്കും? യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരിക്കും. കിട്ടിയോ? യെസ് മാം.
കിട്ടില്ല. കിട്ടി. ഓക്കെ. അപ്പൊ ഇതിലിപ്പോ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാല്, ഡിപ്പാർട്ട്മെന്റില് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇവിടെ ഒരു സംഭവം കൂടെ ഉണ്ട്. DU പഠിക്കുന്ന പിള്ളേർക്ക് ഒരു റിസർവേഷൻ ഉണ്ട്. അപ്പൊ C1 C2 എന്ന് പറഞ്ഞിട്ട് 2 ക്രൈറ്റീരിയ. C2 എന്ന് പറഞ്ഞാല് ഡൽഹിയിൽ പഠിക്കുന്ന കുട്ടികൾ. C1 എന്ന് പറഞ്ഞാല് നമ്മള് DU പഠിക്കാതെ, ബാച്ചിലേഴ്സ് DU ചെയ്യാതെ പുറത്തുനിന്ന് വന്ന പിള്ളേര്. അപ്പൊ C2 കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. C1 ഒരല്പം കൂടുതലായിരിക്കും. അപ്പൊ ഈ C1 കാറ്റഗറിയിൽ നല്ല ഉയർന്ന മാർക്കുള്ള കുട്ടികളെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കും. എന്നിട്ട് ബാക്കിയുള്ള പിള്ളേർക്ക്, ഇപ്പം ഞാൻ കയറിയ സമയത്ത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജിയിൽ കിട്ടണമായിരുന്നെങ്കിൽ 285 മാർക്കിന്റെ മേലെ കട്ട് ഓഫ് വേണമായിരുന്നു. ദൗലത് റാം കോളേജിലും സാക്കിർ ഹുസൈൻ കോളേജിലും ഇന്ദ്രപ്രസ്ഥയിലും ഒക്കെ 279 മാർക്കിന്റെ മുകളിൽ, 279ഉം അതിന്റെ മുകളിലും അത്രയും ഉണ്ടെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടും. അങ്ങനെയായിരുന്നു സംഭവം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഇങ്ങനെയാണ് അവർ ഇൻടേക്ക് എടുക്കുക. പക്ഷെ ഇൻടേക്ക് എടുത്തതിന് ശേഷം ഈ എത്ര പിള്ളേർ 160-170 സ്റ്റുഡൻസിനെയും ഡിപ്പാർട്ട്മെന്റിലേക്ക്, യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലേക്കാണ് അവർ വിളിപ്പിക്കുക. എന്നിട്ട് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ നമ്മളെ 2 സെക്ഷൻ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മുടെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് നമ്മളെ 2 സെക്ഷൻ ആക്കി ഡിവൈഡ് ചെയ്യും. എന്നിട്ട് സെക്ഷൻ A, സെക്ഷൻ B, പിന്നെ നമ്മളെ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് 4 ഗ്രൂപ്പ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4. അങ്ങനെ നമ്മുടെ സ്ട്രെങ്ത് അനുസരിച്ച് നമ്മൾ എത്ര കുട്ടികളുണ്ടോ അതിനനുസരിച്ച് അവർ നമ്മളെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഇത്രയും കുട്ടികളെ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ, സെക്ഷൻ B ആണെങ്കിൽ മറ്റൊരു പർട്ടിക്കുലർ ക്ലാസ്സിൽ. എന്നിട്ട് ടീച്ചേഴ്സ് അത് നമ്മുടെ ടൈം ടേബിൾ നോക്കിയിട്ട് നമ്മുടെ ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുക്കും. അങ്ങനെയാണ് ചെയ്യുക. ഇപ്പോഴത്തെ ഞങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ട് രാവിലെ 9 o'clock തൊട്ട് ഈവനിങ് 5-5:15 വരെയാണ് ഞങ്ങളുടെ ക്ലാസ്സസ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതില് നമുക്ക് ഒരു ദിവസം 2 സബ്ജക്റ്റ്, മൊത്തത്തിൽ 4 സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ള. ഫസ്റ്റ് സെമ്മില് കോഗ്നിറ്റീവ് സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ കൺസെപ്ച്വൽ ഹിസ്റ്ററി ഓഫ് സൈക്കോളജി. ഈ 4 പേപ്പറാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനായിട്ടുള്ളത്. ഈ 4 പേപ്പറിനും കൂടി നമുക്ക് 8 ടീച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ ഒരു മൺഡേ ആണെങ്കിൽ മൺഡേ നമുക്ക് 2 പേപ്പർ ആയിരിക്കും പഠിക്കാനുണ്ടാവുക. ഇപ്പൊ കോഗ്നിറ്റീവ് സൈക്കോളജിയും സോഷ്യൽ സൈക്കോളജിയും. അത് ഇവരുടെ ക്ലാസിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 2 hours ആണ്. രാവിലെ 9 മണിക്ക് ക്ലാസ് തുടങ്ങിയാൽ 9 മണി തൊട്ടിട്ട് 11 മണി വരെ. അങ്ങനെ അതിനിടയ്ക്ക് നമ്മൾ ബ്രേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് തരും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പ്രാക്ടിക്കല് ഉണ്ടാവും. അങ്ങനെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ടൈം ടേബിൾ ഉള്ളത്. നമുക്കിവിടെ 6 സ്പെഷ്യലൈസേഷൻസ് തരുന്നുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിയിൽ തരുന്നുണ്ട്, ഓർഗനൈസേഷണൽ സൈക്കോളജി ഉണ്ട്, ഇന്ത്യൻ സൈക്കോളജി ഉണ്ട്, സോഷ്യൽ സൈക്കോളജി, ഹെൽത്ത്, പിന്നെ ഡെവലപ്മെന്റൽ. ഈ 6 പേപ്പറിലും കൂടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവര് സ്പെഷ്യലൈസേഷൻ തരുന്നത്. പക്ഷെ ഇതിന് 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഇത് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് ആ പർട്ടിക്കുലർ സെമസ്റ്ററിൽ അവൈലബിൾ ആയിരിക്കണം. 2, മിനിമം 20 സ്റ്റുഡൻസ് എങ്കിലും ഒരു സ്പെഷ്യലൈസേഷന് വേണ്ടി ഓപ്റ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ആർക്കെങ്കിലും ഹെൽത്ത് പഠിക്കണം, പക്ഷെ 20 കുട്ടികൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഹെൽത്ത് അവര് എടുക്കില്ല. നമ്മൾ വേറെ സ്ട്രെങ്ത് ഉള്ള ക്ലിനിക്കലോ ഓർഗനൈസേഷനലോ അങ്ങനെ ഏതെങ്കിലും ഒന്നിലേക്ക് പോകണം. ഇനിയിപ്പം 20 കുട്ടികളുണ്ട്, പക്ഷെ ഹെൽത്ത് പഠിപ്പിക്കാൻ ഹെൽത്തിൽ സ്പെഷ്യലൈസേഷൻ ഉള്ള ഒരു ഫാക്കൽറ്റി ആ പർട്ടിക്കുലർ സെമസ്റ്ററിൽ അവിടെ അവൈലബിൾ അല്ല. അതായത് അവർ ലോങ് ലീവ് എടുത്തിട്ട് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻകൺവീനിയൻസ് വരിക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പർട്ടിക്കുലർ സ്പെഷ്യലൈസേഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ പൊതുവെ എല്ലാ വർഷവും കൊടുക്കാറുള്ള 2 സ്പെഷ്യലൈസേഷൻ ആണ് ക്ലിനിക്കലും ഓർഗനൈസേഷനിലും. കഴിഞ്ഞ കൊല്ലം ഹെൽത്തും ഇന്ത്യനും വെച്ചിരുന്നു, പക്ഷെ അത്രയും കുട്ടികൾ അത് ഓപ്റ്റ് ചെയ്തില്ല. 20 സ്റ്റുഡൻസിനെ കിട്ടാതെ വന്നപ്പം അത് മാറ്റി. ഈ വർഷവും അവര് നോക്കിയിട്ട് അവര് ഫ്ലോട്ട് ചെയ്യും. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് സ്റ്റുഡൻസിന്റെ സ്ട്രെങ്ത്തും അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് ഫ്ലോട്ട് ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ സ്പെഷ്യലൈസേഷൻ ഓപ്റ്റ് ചെയ്യാം. പിന്നെ ഈ സ്പെഷ്യലൈസേഷൻ വരുന്നത് 2nd സെമസ്റ്ററിലാണ്.
നമുക്ക് ശരിക്കും ഒരു സ്പെഷ്യലൈസേഷൻ കിട്ടണമെങ്കിൽ മിനിമം 6 പേപ്പർ അതിന്റെ പഠിക്കണം. ഇപ്പൊ ക്ലിനിക്കൽ എടുക്കുകയാണെങ്കിൽ ക്ലിനിക്കലിന്റെ 6 പേപ്പറെങ്കിലും മിനിമം പഠിക്കണം. അപ്പോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് സെക്കൻഡ് സെമസ്റ്ററിൽ ക്ലിനിക്കൽ എടുത്തു, പക്ഷെ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കത് മാറ്റണം എന്ന് തോന്നിയാൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. 3rd സെമസ്റ്ററിൽ അത് മാറ്റിയിട്ട് ഓർഗനൈസേഷനിലേക്കോ മറ്റെന്തിലേക്കോ പോവാം. പക്ഷെ 3rd സെമസ്റ്ററിൽ ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറാനായിട്ട് പറ്റില്ല. പിന്നെ 3rd സെമസ്റ്ററിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് 50 ഡേയുടെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടാവണം. 450+ അവേഴ്സ് ആണ് അവർ നോക്കുന്നത്, ദിവസത്തിന്റെ കണക്കല്ല. 450+ അവേഴ്സ് നമ്മൾ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യണം. പിന്നെ ഡൽഹിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്, നമുക്ക് നല്ല എക്സ്പോഷർ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസും ഓർഗനൈസേഷൻസും പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് അതിന്റെയും പല പല സാധനങ്ങൾ, നമുക്ക് പല പല ഓർഗനൈസേഷൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റേൺഷിപ്പിന്റെ നമ്മുടെ സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇപ്പം ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച എന്റെ ഇപ്പൊ കൂടെ പഠിക്കുന്ന പലരും അവര് ബാച്ചിലേഴ്സിൽ പല പല ഇടങ്ങളിൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നവരാണ്. ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഹിന്ദിയും ഇംഗ്ലീഷും ഫ്ലുവൻ്റ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. ഹിന്ദി എനിക്കത് കാരണം എൻ്റെ പല മലയാളി ഫ്രണ്ട്സിനോടും ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു അവരിവിടെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതത്ര ഇഷ്യൂ അല്ല, എന്നാൽ ഹിന്ദി അറിഞ്ഞാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ററാക്ഷൻ കുറേ കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു പ്രത്യേകത, പൊതുവെ നമ്മുടെ പ്രാക്ടിക്കലിൽ നമ്മൾ ക്വസ്റ്റ്യനെയർ അല്ലേ ചെയ്യുക, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ റിസർച്ച് ആണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുക. ഇപ്പൊ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ പ്രാക്ടിക്കലി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവർ നമ്മുടെ അടുത്ത് റിസർച്ച് പേപ്പേഴ്സ് വായിക്കാൻ പറയും. എന്നിട്ട് ആ റിസർച്ച് പേപ്പറിൽ നിന്ന് നമ്മുടെ മോഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കിപ്പോൾ 4 ടോപ്പിക്ക് പഠിക്കാനുണ്ടെങ്കിൽ അത് ഏതെങ്കിലും കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു റിസർച്ച് പ്രപ്പോസൽ വെക്കണം. അപ്പൊ അതിന്റെ പ്രാക്ടിക്കബിലിറ്റി, അത് റെലവെന്റ് ആണോ, അതിന്റെ റാഷണാലി അതൊക്കെ നോക്കിയിട്ട് അവരത് അപ്രൂവ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഒരു പൈലറ്റ് സ്റ്റഡി നമുക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ചെയ്യും. അതാണ് ഇവിടുത്തെ പ്രാക്ടിക്കൽസ്. അത് ഡൽഹിയുടെ ഒരു വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു വെറൈറ്റി ഇന്ത്യൻ സൈക്കോളജിയാണ്. കാരണം ഇവിടെ പഠിപ്പിക്കുന്ന സാറ് സുനീത് വർമ്മ എന്ന് പറഞ്ഞൊരു സാറ്, ആ സാറാണ് ആ സിലബസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം ആ സിലബസ് പ്രിപ്പയർ ചെയ്ത ആള് തന്നെ നമുക്ക് ക്ലാസ് എടുക്കാൻ വരിക എന്ന് പറയുമ്പം നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഇവിടെ ഹോസ്റ്റൽ അക്കോമഡേഷൻ ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പം ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിൽ ഒത്തിരി പിള്ളേർ പുറത്തുനിന്ന് വരുമ്പം ഹോസ്റ്റല് കിട്ടാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ കുട്ടികൾ കുറച്ച് PGകളൊക്കെ നോക്കി അങ്ങനെ നിൽക്കും. പിന്നെ ഹോസ്റ്റല് കിട്ടുമ്പം അങ്ങോട്ട് മാറും. പിന്നെ വേറെ നിങ്ങൾക്ക് ക്യാമ്പസ് ഒക്കെ വന്നു കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെടും. ക്ലാസ്സസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ടീച്ചേഴ്സ് ഫ്രീ ആണ്. അവര് നമ്മുടെ അടുത്ത് ഓറിയന്റേഷന് തന്നെ പറഞ്ഞത് ഇവിടെയുള്ള എല്ലാ ടീച്ചർമാരും ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ, എന്തെങ്കിലും നോളജ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ, അതുപോലെ ഇന്റേൺഷിപ്സിന്റെ കാര്യമാണെങ്കിലും ഒരു റിസർച്ച് ചെയ്യണം എന്നാണെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരും എന്ന് പറയുന്ന അത്ര ലൈറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. ഇപ്പം HOD മാം ആണ് എന്നെ കോഗ്നിറ്റീവ് പഠിപ്പിക്കുന്നത്. പക്ഷെ മാം പോലും വളരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ അങ്ങനെ പറയുന്ന അത്രയും ഫ്രീ ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. പിന്നെ ഡൽഹിയെ പറ്റിയിട്ട് പറയുമ്പോ വേറെ എന്താ പറയാനുള്ളത്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. പിന്നെ നമ്മൾ എങ്ങനെ ഡൽഹി എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും. ഇപ്പൊ നമുക്ക് ലൈബ്രറി ഫെസിലിറ്റീസ് ഉണ്ട്, കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ് ഉണ്ട്, ഇഷ്ടം പോലെ റിസർച്ചേഴ്സ് വായിക്കാനുള്ള സൗകര്യമുണ്ട്, റിസർച്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അത്രത്തോളം നമ്മൾ വളരും, നമ്മൾ പഠിക്കും. പിന്നെ ഇവിടെ ഉള്ള ഒരു പ്രത്യേകത, ഒത്തിരി പിള്ളേര് ഡിഫറെന്റ് സ്ഥലത്തു നിന്നാണ്. ഇപ്പോ കേരളം, തമിഴ്നാട്, മുംബൈ, പിന്നെ ഈ ഭാഗം ജാർഖണ്ഡ്, മിസോറാം, മണിപ്പൂർ എല്ലായിടത്തും കുട്ടികളുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്നൊരു കൾച്ചറൽ ഒരു ഡെവലപ്മെന്റ്, മറ്റുള്ളവരുടെ കൾച്ചർ മനസ്സിലാക്കുക, അവരുടെ വേഷം, അവരുടെ ഫുഡ് സ്റ്റൈല്, അതൊക്കെ നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഇവിടുത്തെ കുട്ടികള് ഞാൻ ശ്രദ്ധിച്ചതാണ്, ഒരു ടീച്ചർ ക്ലാസ്സിൽ വരുന്നു, ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുന്നു, അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പിള്ളേരും ഒരുമിച്ച് അങ്ങ് കൈപൊക്കും. ചില പിള്ളേർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോലും സമയം കിട്ടില്ല, അത്രത്തോളം കൈകൾ പോകും. ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്
നല്ലൊരു റെലവൻസ് ഉണ്ടാവും. ഇപ്പം കോഗ്നിറ്റീവ് ഒക്കെ പഠിച്ചപ്പം ഒരു കുട്ടി മെമ്മറി റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് അത്രത്തോളം അവർ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അറിയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ്. നമ്മളും ഓക്കെ അപ്പം ഈ നിലവാരത്തിലേക്ക് നമ്മൾ എത്തണം. ബുക്കിലുള്ളത് നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളും ഇങ്ങനെ ചിന്തിക്കണം. ആ ചോദ്യങ്ങൾക്കൊക്കെ പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇത് നമുക്ക് കിട്ടും. നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ അത്രത്തോളം എനർജി ഉള്ള പിള്ളേരുടെ കൂടെയാണ് നമ്മൾ പഠിക്കാൻ വരുന്നത്. അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. ഇത്രയൊക്കെ ഡൽഹിയെ പറ്റി പറയാനുള്ളൂ. പിന്നെ ഞാനിപ്പം മെല്ലെ വന്ന് കയറിയിട്ടേ ഉള്ളൂ. അപ്പം എനിക്ക് ഓറിയന്റേഷനും ഒരു 2 വീക്സ് ക്ലാസ്സും അതിന്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പം മേ ബി നെക്സ്റ്റ് ഇയർ നിങ്ങൾ CVT PG ഒക്കെ എഴുതിയിട്ട് യൂണിവേഴ്സിറ്റിയെ പറ്റി കുറേം കൂടി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കുറേം കൂടി നന്നായിട്ട് പറഞ്ഞു തരാനായിട്ട് പറ്റുമായിരിക്കും. ഇപ്പം ഞാനും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്ന് കയറി ഓരോന്ന് കണ്ടും കേട്ടും മെല്ലെ മെല്ലെ ഡൽഹിയോട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു അഡാപ്റ്റേഷൻ ഫേസിലൂടെ കടന്നു പോവുക. അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബട്ട് നെക്സ്റ്റ് ഇയർ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിക്കാട്ടോ. എനിക്ക് അറിയില്ല ഞാൻ നിങ്ങൾക്ക് എത്രത്തോളം കവർ ചെയ്തതെന്ന്, ഉപയോഗപ്പെട്ടോ ഇല്ലയോ. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഷഹീർക്കയുടെ കയ്യിൽ നമ്പർ ഉണ്ട്, ചോദിച്ചാൽ മതി, തരും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ മെസ്സേജ് ചെയ്തിടാം, ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ തരാം. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഗൈസ്. എന്നെ സഹിച്ചതിന് സത്യമായിട്ടും ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഐ റിയലി ഹോപ്പ് ഇറ്റ് വർക്ക്സ്. ഫീസ് സ്ട്രക്ചറിന്റെ കാര്യം ഒന്ന് പറയോ? ഓക്കെ. അത് ഈ കോളേജുകൾ അനുസരിച്ചിട്ട് വ്യത്യാസമാണ്. ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ 8,000 8,500 അത്രയും റുപ്പീസിന്റെ ഉള്ളിലേ വരുള്ളൂ. ഇപ്പൊ ഞാൻ പഠിക്കുന്ന കോളേജ്, എനിക്ക് ദൗലത് റാം എന്ന് പറഞ്ഞ കോളേജിന്റെ താഴെയാണ് അഡ്മിഷൻ കിട്ടിയത്. അപ്പൊ ഇവിടെ ഒരു വർഷത്തേക്ക് ഫുള്ളായിട്ട് 33,996 33,996 രൂപ, അതായത് 34,000 രൂപ അത്രയാണ് ഒരു വർഷത്തേക്ക് ഞാൻ അടച്ചത്. പിന്നെ ഇന്ദ്രപ്രസ്ഥ എന്ന് പറഞ്ഞിട്ടുള്ള കോളേജിൽ 17ന്റെ അടുത്താണെന്നാണ് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞത്. സാക്കിർ ഹുസൈനിൽ 9500 തൊട്ട് അത്രയാണ് റേഞ്ച്. പിന്നെ ഈ നമ്മൾ കോളേജ് നോക്കുന്ന സമയത്ത് നിങ്ങൾ പ്രിഫറൻസ് ഒക്കെ വെക്കുമ്പം സാക്കിർ ഹുസൈൻ കുറേ കൂടെ ദൂരെയാണ്. ന്യൂഡൽഹിയിലാണ് സാക്കിർ ഹുസൈൻ ഉള്ളത്. അത് ഡിപ്പാർട്ട്മെന്റിന് കുറച്ച് ദൂരെയാണ്. പക്ഷെ ദൗലത് റാം കോളേജ് കുറച്ച് നമ്മുടെ ഫാക്കൽറ്റി ഓഫ് ആർട്സിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് ദൗലത് റാം കോളേജ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സൈൻ ചെയ്ത് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. ഫ്രീ അവർ ഉള്ളപ്പോൾ ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ദൗലത് റാമിൽ പോകാൻ പറ്റും. അതേസമയം സാക്കിർ ഹുസൈനിലാണെങ്കിൽ നമ്മൾ കുറച്ച് ട്രാവൽ ഉണ്ട്. നിങ്ങൾ മെട്രോ കയറി അല്ലെങ്കിൽ ബസ് കയറി നിങ്ങൾ ആ ന്യൂഡൽഹി വരെ എത്തി അവിടെ പോയി വരണം. IPCW അതായത് ഇന്ദ്രപ്രസ്ഥ അതും ഈ നോർത്ത് ക്യാമ്പസിന്റെ കുറച്ച് അടുത്താണ്. അപ്പം പിന്നെ ഒരു കാര്യമുള്ളത്, സാക്കിർ ഹുസൈൻ മാത്രമാണ് ഇതില് ബോയ്സ് ആൻഡ് ഗേൾസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ബാക്കി ദൗലത് റാം കോളേജും ഇന്ദ്രപ്രസ്ഥയും വിമൻസ് കോളേജ് ആണ്. അപ്പോ ബോയ്സിന് പൊതുവെ ഡിപ്പാർട്ട്മെന്റ് വഴി അല്ലെങ്കിൽ സാക്കിർ ഹുസൈൻ വഴിയാണ് അഡ്മിഷൻ കിട്ടുക. അതും കൂടി ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രിഫറൻസ് വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫീ സ്ട്രക്ചറിൽ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞാൽ സാക്കിർ ഹുസൈനാണ് ഫീ കുറവുള്ളതെന്ന് പറയുന്നു. പക്ഷെ ദൂരം വെച്ച് നോക്കുമ്പോൾ ദൂരം കുറച്ച് കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പെട്ടെന്ന് പോകേണ്ടി വന്നാൽ നിങ്ങൾക്ക് ട്രാവൽ ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കുക. ഡിപ്പാർട്ട്മെന്റിൽ 8,000 പറഞ്ഞത് സെമ്മിനാണോ ഇയറിനാണോ? അത് സെമ്മിനാണെന്ന് തോന്നുന്നത്, എനിക്ക് ഉറപ്പില്ല. ഞാൻ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് പറയാം. ഒരിക്കൽ സ്പോട്ടിന് വന്നപ്പം അവര് പേയ്മെന്റ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. പേയ്മെന്റ് ഫീ ₹8,500 അങ്ങനെയാണ് കണ്ടിരുന്നത്. പക്ഷെ ഇതില് ദൗലത് റാം കോളേജിൽ എനിക്ക് പ്രോഗ്രാം ഫീ എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അത് 1 ഇയറിനാണെന്നുള്ളത് അറിയാൻ പറ്റിയത്. ഇതൊന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ. എന്നെ ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതിയേ. ഈ റാഗിങ് അങ്ങനത്തെ ഒക്കെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലടാ, ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇവിടെ ഇതൊരു ആന്റി റാഗിങ് സോൺ ആണെന്ന് എല്ലാരും പറഞ്ഞു. എനിക്ക് അങ്ങനെ പേഴ്സണൽ ആയിട്ട് റാഗിങ്ങിന്റെ ഒരു അനുഭവം വന്നിട്ടില്ല. അതുപോലെ ഹറാസ്മെന്റ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ തന്നെ ഇവിടെ സെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതും ഓറിയന്റേഷൻ സമയത്ത് അവർ പറഞ്ഞിരുന്നു, അങ്ങനെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സിനോടോ ആരോടെങ്കിലും കംപ്ലൈന്റ് ചെയ്താൽ മതി, അവര് വഴി പോകാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഞാൻ വന്നതിന് ശേഷം ഒരു സീനും ഉണ്ടായിട്ടില്ല. ഓക്കെ, താങ്ക്സ്.
ഹോസ്റ്റലിലാണോ അതോ? ഇല്ല, ഞാൻ PG-യിലാണ്. ഹോസ്റ്റലില് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് ഹോസ്റ്റലിന്റെ കാര്യം. അപ്പൊ ഞാൻ വന്ന സമയത്ത് ഞാനൊരു PG-യില് എനിക്ക് കിട്ടി, റൂം PG കിട്ടി, അങ്ങനെ കയറി. ഇനി വേണം ഹോസ്റ്റൽ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ. അപ്പോ ഫുഡൊക്കെ നോർത്ത് ഇന്ത്യൻ അവിടത്തെ അതോ മലയാളി ഫുഡ് ആയിരിക്കില്ല അല്ലെ നമ്മുടെ നാട്ടിലത്തെ? ഇല്ല, ഞാൻ നിൽക്കുന്നിടത്ത് ഇത് നോർത്ത് ഇന്ത്യൻ PG ആണ്. അപ്പൊ ഇവിടുത്തെ ഫുഡും നോർത്ത് ഇന്ത്യൻ ആണ്. ഒരു ദിവസം 2 ദിവസം മാത്രം നമുക്ക് വെജ് ഇഡ്ഡലി സാമ്പാർ ചട്നി അങ്ങനത്തെ ഭക്ഷണം കിട്ടും. പിന്നെ കൂടുതലും പറാത്ത, റൊട്ടി, ചപ്പാത്തി, ചോറുണ്ട്. ലഞ്ചിനും ഡിന്നറിനും നമുക്ക് ചോറുണ്ടാവും. പിന്നെ സബ്ജിയും ഒരു ഗ്രേവിയും, അതാണ് മിക്കവാറും ഇവിടുത്തെ ഫുഡ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഒരു ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം. ചായ കാപ്പി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി കുടിക്കാം. ഫ്രിഡ്ജ് ഉണ്ട്, എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ മൈക്രോവേവ് ഓവനൊക്കെ ഉണ്ട്, അപ്പം അതും യൂസ് ചെയ്യാം. അങ്ങനെയാണ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ആർട്സ് റിലേറ്റഡ് അങ്ങനെ? അപ്പൊ ഞാൻ ഇപ്പം വല്ല വന്നേ ഉള്ളൂ. അപ്പം ഇപ്പൊ ഇവിടെ നിലവിലെ പ്രോഗ്രാംസ് ഒന്നും ഇല്ല. മേ ബി ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുമായിരിക്കും. അതും എന്നോട് കുറച്ച് കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഈ റിസർച്ചിനുള്ള ടോപ്പിക് എടുക്കുമ്പോഴേ ഇന്ന ഏരിയയില് റിസർച്ച് ചെയ്യാൻ പോകുമ്പോ അതില് റിസർച്ച് ഇല്ലാന്ന് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? അല്ലെങ്കിൽ നമ്മള് വിചാരിക്കുന്ന അതേ ഐഡിയാസ് റിസർച്ച് ചെയ്തിട്ടില്ല എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചോദിക്കാമോ? അതായത് നമ്മള് റിസർച്ച് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പോകുമ്പോഴേ ആ ഏരിയയില് നമ്മള് എന്തായാലും ചെയ്യാൻ പോണ കാര്യം ഇതായിരിക്കണമല്ലോ. കോപ്പി അടിക്കാത്ത ഒരു പേപ്പറല്ലേ നമ്മള് പ്രസന്റ് ചെയ്യേണ്ടത്. പ്ലേജറിസം വരാതെ ഒരു റിസർച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ആ ഏരിയയില് റിസർച്ച് നടന്നിട്ടില്ല എന്ന് കണ്ടുപിടിക്കണമല്ലോ. അത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പം കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗൂഗിൾ സ്കോളേഴ്സിൽ കയറിയിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഞാനാണെങ്കിൽ ഇരുന്ന് കുറെ പേപ്പർ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇന്ന ഏരിയയിൽ ഇല്ലാന്നൊന്നും മനസ്സിലാക്കണം എങ്ങനെ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് ഓക്കെ. ഇപ്പൊ ഞാൻ ഡിഗ്രിയിൽ ചെയ്ത എന്റെ റിസർച്ച് പ്രൊജക്ട് എന്ന് പറയുന്നത് വർക്ക് പ്ലേസ് വയലൻസ് ആൻഡ് സൈക്കോളജിക്കൽ വെൽബീയിങ് അമംഗ് MBBS ഇന്റേൺസ്, അങ്ങനെ ഒരു ടോപ്പിക്കിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതുപോലെ റിസർച്ച് ആർട്ടിക്കിൾസ് വായിച്ചു നോക്കി. ഇപ്പം എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയ ഗൈഡൻസ് ആണ്. ഇതിനു മുൻപ് ഇവരത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ഇപ്പം ഡൽഹിയിൽ ഒരു പഠനം നടത്താണ് ഡോക്ടേഴ്സിനെ വെച്ചിട്ട്, അവർക്ക് എത്രമാത്രം വർക്ക് പ്ലേസ് വയലൻസ് ഉണ്ട്, അവരുടെ സൈക്കോളജിക്കൽ വെൽബീയിങ് എന്താണ്. അപ്പൊ ആ ടോപ്പിക്ക് ഓൾറെഡി ഡൽഹിയിൽ ചെയ്തു. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അതേ സാധനം കേരളത്തില് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ്, അവിടെ പോപ്പുലേഷൻ മാറി. നമ്മൾ എടുത്ത പോപ്പുലേഷൻ മാറുമ്പോൾ നമ്മുടെ റിസൾട്ടും മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പോ നമ്മളൊരു റിസർച്ച് ആർട്ടിക്കിൾ വായിച്ചു നോക്കി. ഒരു റിസർച്ച് ആർട്ടിക്കിൾ വായിച്ചു നോക്കിയിട്ട് അതിന്റെ അവര് ഇങ്ങനെ കൊടുക്കുമല്ലോ, അതിന്റെ ഇംപ്ലിക്കേഷൻസ്, സജഷൻസ്, ഇനി എന്ത് ചെയ്യാം എന്നുള്ളത്. അപ്പൊ അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങളിപ്പം ഇതില് ഇത്ര നമ്പർ ഓഫ് സാമ്പിൾസ് എടുത്തിട്ടുള്ളൂ. ഇപ്പം 100 നമ്പർ ഓഫ് സാമ്പിൾസ് എടുത്തിട്ടുള്ളൂ, 150 നമ്പർ ഓഫ് സാമ്പിൾസ് എടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ സാമ്പിൾസിനെ വെച്ചിട്ട് ഇതേ സ്റ്റഡി ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സജഷൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മുടെ റാഷണാലിറ്റിയിൽ വെച്ചിട്ട് നമുക്ക് ആ റിസർച്ച് ഒന്നും കൂടെ ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ ഇവരെന്താ പഠിച്ചത്? വർക്ക് പ്ലേസ് വയലൻസും സൈക്കോളജിക്കൽ വെൽബീയിങ്ങും പഠിച്ചു. അപ്പൊ നമുക്ക് വേരിയബിൾ മാറ്റാം. വേരിയബിൾ മാറ്റിയിട്ട് ഇവിടെ സൈക്കോളജിക്കൽ വെൽബീയിങ് ആണെങ്കിൽ വർക്ക് പ്ലേസ് വയലൻസും സ്ട്രെസ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ റിസൈലിയൻസ് ഓഫ് ദ ഡോക്ടേഴ്സും വർക്ക് പ്ലേസ് വയലൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസ് എടുത്തിട്ട് നമുക്ക് സ്റ്റഡി നടത്താം. പ്ലേജിയറിസം വരുന്നത് അത്
ഞാൻ ഒന്നേ ചെയ്തിട്ടുള്ളൂ. അപ്പം എൻ്റെ ഒരു ഇതിൽ പ്ലേജിയറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പർട്ടിക്കുലർ റിസർച്ച് ആർട്ടിക്കിൾ ഉണ്ടായിരുന്ന അതേ സാധനം അങ്ങനെ തന്നെ കോപ്പി അടിച്ച് എഴുതുന്നതാണ് എൻ്റെ എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് പ്ലേജിയറിസം. നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ഇപ്പൊ വേറൊരു റിസർച്ച് ആർട്ടിക്കിൾ വായിച്ചിട്ട് അതിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ സൈറ്റേഷൻ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ പാരഫ്രൈസ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പ്ലേജിയറിസം വരാറില്ല. പിന്നെ അതേ സാധനം കോപ്പി അടിച്ച് വെക്കണല്ലോ. പാരഫ്രൈസ് ചെയ്യാന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളൊരു ആർട്ടിക്കിൾ വായിച്ചു, അപ്പൊ അതിനകത്ത് പറയാണ് ഇന്ത്യയില് ഒരു 14% ഡോക്ടേഴ്സ് അവര് സൈക്കോളജിക്കൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അപ്പോ അവർക്ക് അത് ഓവർകം ചെയ്യാൻ പലർക്കും പറ്റാറില്ല, അങ്ങനെ ജോലി റിസൈൻ ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് നമ്മൾ കണ്ടു. അപ്പൊ നമുക്കിത് നമ്മുടെ റിസർച്ച് പേപ്പറിലെ ഇൻട്രൊഡക്ഷനിൽ ഇടണം എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻ ദിസ് പർട്ടിക്കുലർ സ്റ്റഡി, എന്നിട്ട് നമ്മൾ സൈറ്റേഷൻ കൊടുക്കും. എന്നിട്ട് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് സർട്ടൈൻ ഡോക്ടേഴ്സ് അവർക്ക് ഇത്രയും സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ടായിരുന്നു. അങ്ങനെ മെൻഷൻ ചെയ്തിട്ട് ചെയ്യണമല്ലേ? മെൻഷൻ ചെയ്യാ. നമ്മൾ ആ സെന്റൻസ് അതേപടി കോപ്പി അടിച്ച് എഴുതല്ല. നമുക്ക് മനസ്സിലായതിനെ നമ്മൾ ഫ്രേസ് ചെയ്യാം. നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയാണ് ഇന്ന സ്റ്റഡിയിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ മേ ബി ഈ പോപ്പുലേഷനിൽ ഇങ്ങനെ നടക്കാം. അങ്ങനെ ഇത് ഞാൻ ആകെ ഒറ്റ പേപ്പറേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അറിവ് ലിമിറ്റഡ് ആണ്. പക്ഷെ എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് ഇങ്ങനെയാണ്. നമ്മൾ ഇപ്പൊ വേറൊരാൾ ചെയ്ത ഐഡിയ നമുക്ക് വേറൊരു പോപ്പുലേഷനിൽ ചെയ്യാം, വേറൊരു കൾച്ചറിൽ നമുക്ക് സ്റ്റഡി നടത്താം, വേരിയബിൾ മാറ്റാം. പിന്നെ സജഷൻസ് അവർ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഞങ്ങൾ ഇവിടെ നടത്തിയത് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാളിറ്റേറ്റീവ് സ്റ്റഡി ചെയ്യാം. അപ്പൊ ആ സജഷൻസ് ഉൾക്കൊണ്ടിട്ട് നമുക്ക് സ്റ്റഡി നടത്താം. അപ്പൊ റെപ്ലിക്കേഷൻ വരില്ല. പ്ലേജറിസം ഒരു എണ്ണത്തിലുള്ളത് തന്നെ മാറ്റി എഴുതുന്നതാണ്. അങ്ങനെ ചെയ്യാറില്ല പൊതുവെ. നിങ്ങൾക്ക് റിസർച്ച് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. അങ്ങനെ ചെയ്യുന്നതിന് വരെ നമ്മൾ പാരഫ്രൈസ് ചെയ്യും, അല്ലെങ്കിൽ മെൻഷൻ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ഓക്കെ, അത് ക്ലിയർ ആയിരുന്നോ? ഇയാളുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ ആണോ ഞാൻ തന്നെ? ഓൾമോസ്റ്റ് ക്ലിയർ ആയി. മാം ചെയ്ത റിസർച്ച് ടോപ്പിക് എന്തായിരുന്നു? അതൊരിക്കലും മെൻഷൻ ചെയ്യും. Workplace violence and psychological well-being among MBBS interns in Palakkad district. Okay, thank you, ma'am. Clear ആയി almost. Okay. 160, 141 ആയല്ലോ. 8:30 ആയില്ലേ? വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിന് ഏത് സ്കെയിലാ ഉപയോഗിച്ചതെന്ന് പറയോ? DUPUY ഡൂപ്പോയ് അദ്ദേഹത്തിന്റെ സൈക്കോളജിക്കൽ വെൽബീയിങ് സ്കെയിലും പിന്നെ 3 ഡിഫറെന്റ് സ്കെയിൽസ് ആയിരുന്നു. വൈക്കേറിയസ് വയലൻസിന്റെ സ്കെയില്, സൈക്കോളജിക്കൽ അഗ്രഷന്റെ സ്കെയില്, ഫിസിക്കൽ വയലൻസിന്റെ സ്കെയില്. ഒന്ന് വന്നിട്ട് റോജേഴ്സ് ആൻഡ് കെല്ലോവേ, പിന്നെ ഒന്ന് ഷാറ്റ്, റോജേഴ്സ് ആൻഡ് കെല്ലോവേ, അങ്ങനെ 3 പേരുടെ സ്കെയില്. അത് നമ്മള് ഈ ഓതേഴ്സിന്, അതായത് ഈ വയലൻസിന്റെ സ്കെയില് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓതേഴ്സിന് മെയിൽ ചെയ്തിരുന്നു. മെയിൽ ചെയ്തിട്ട് അവരുടെ ക്വസ്റ്റ്യനെയർ അയച്ചു തരികയാണ് ചെയ്തത്. അവരത് അയച്ചു, സ്കോറിംഗ് അയച്ചു തന്നു, എന്നിട്ടാണ് നമ്മളത് ഉപയോഗിച്ചത്. ഓക്കെ ചേച്ചി. വേറെന്തെങ്കിലും ഡൗട്ട്സ്? ഓക്കെ, ആർക്കും ഡൗട്ട് ഒന്നുമില്ല. അവിടെ ആർട്സും മറ്റു പ്രോഗ്രാംസും ഒക്കെ ഉണ്ട് കേട്ടോ. ഡൽഹിയില് DUല് ആർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അനന്യ അദ്നാനാണ്. പിന്നെ നിങ്ങൾക്ക് അവിടെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്താണ് അവര് ചോദിക്കാതെ എനിക്കറിയില്ല. പൊളിറ്റിക്കൽ ഇഷ്യൂസ് മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനത്തെ അത്തരം
ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ക്യാമ്പസിലുണ്ടോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ആക്റ്റീവ് പ്രോഗ്രാംസ് എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? വന്നിട്ടേ ഉള്ളൂ, അറിയാം, എന്നാലും ചോദിക്കാം. നിലവില് ഇപ്പൊ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഓറിയന്റേഷൻ കിട്ടിയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യേ, അങ്ങനെയൊന്നും ഒരു സ്റ്റുഡൻസും ചെയ്യരുതെന്ന് അങ്ങനെ ഓറിയന്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതവിടെ റെസ്ട്രിക്റ്റഡ് ആണ്, അങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പം ഞാൻ വന്നതിന് ശേഷം സ്ട്രൈക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ കോളേജില് മാത്രം 1-2 ദിവസം എന്തോ ഒരു സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പൊതുവെ അവിടെ കുറവാണെന്ന് തോന്നുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കമ്പാരിറ്റീവ്ലി മറ്റ് ഡൽഹിയിലുള്ള JNU, ജാമ്യ പോലെയുള്ള യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറവാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ആ രീതിയിൽ ഇതുവരെ നിലവിലൊരു ഇഷ്യൂസും വന്നിട്ടില്ല. പിന്നെ അങ്ങനെ കണ്ടില്ല കേട്ടോ. ഇപ്പം ഒരുപാട് അതിനെ പറ്റിയിട്ട് അറിയില്ല. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ. 8:20 കഴിഞ്ഞു. നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മണിക്കൂർ ആയി. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ക്ലിയർ ചെയ്തോളൂ. ഓക്കെ. നോർത്ത് ക്യാമ്പസും സൗത്ത് ക്യാമ്പസും തമ്മിലുള്ള ഡിഫറൻസ്, നോർത്ത് ക്യാമ്പസിൽ MA സൈക്കോളജിയാണ്, ജനറൽ സൈക്കോളജിയാണ്. സൗത്ത് ക്യാമ്പസിൽ MA അപ്ലൈഡ് സൈക്കോളജിയാണ്. അപ്പൊ പേപ്പറുകളിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നോർത്ത് ക്യാമ്പസിൽ ഞാൻ പഠിക്കുന്ന അവിടെ ഞാൻ പറഞ്ഞ പോലെ 6 സ്പെഷ്യലൈസേഷൻസ് ആണ്. അതിൽ തന്നെ ക്ലിനിക്കലും ഓർഗനൈസേഷനിലും എല്ലാ വർഷവും കൊടുക്കും. ബാക്കിയുള്ളത് ഈ സ്റ്റുഡൻസിന്റെ നമ്പറും ഫാക്കൾട്ടിയുടെ അവൈലബിലിറ്റിയും നോക്കിയിട്ട്. പക്ഷെ അപ്ലൈഡ് സൈക്കോളജിയിൽ അവരുടെ സിലബസിൽ തന്നെ അവർക്ക് 3 ക്ലിനിക്കല്, കൗൺസിലിംഗ്, ഓർഗനൈസേഷണൽ, അങ്ങനെ 3 ഓപ്ഷൻസ് അവർക്ക് കൊടുത്തിട്ടാണ് ആ സിലബസ് തന്നെ ഉള്ളത്. പിന്നെ ഞങ്ങളിവിടെ കൺസെപ്ച്വൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞ പേപ്പർ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുമ്പം അവരവിടെ കമ്മ്യൂണിറ്റി സൈക്കോളജി എന്ന് പറഞ്ഞൊരു പേപ്പറാണ് പഠിക്കുക. അങ്ങനത്തെ വ്യത്യാസമുള്ളൂ. ബാക്കി കോഗ്നേറ്റീവ് ഞങ്ങൾക്ക് 2 പേർക്കും പഠിക്കാനുണ്ട്. വേറെ സോഷ്യൽ, അവർക്ക് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി അങ്ങനെ ഒരു പേപ്പർ ആയിരിക്കും. ഞങ്ങൾക്ക് സോഷ്യൽ സൈക്കോളജി, അവർക്ക് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. പിന്നെ ടീച്ചേഴ്സ് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് 2 പേർക്കും ഏകദേശം സെയിം ആണെന്ന്. കാരണം അവിടെയുള്ള പല ടീച്ചേഴ്സും ഇവിടെ വന്ന് പഠിപ്പിക്കാറുണ്ട്, ഇവിടെയുള്ള പല ടീച്ചേഴ്സും അങ്ങോട്ട് പോവാറുമുണ്ട്. കോഗ്നേറ്റീവ് ഇപ്പം ഞങ്ങൾക്ക് 2 പേർക്കും സെയിം ടീച്ചറാണ്. ഞാൻ വേറൊരു സൗത്തിലെ കൊച്ചിനോട് സംസാരിച്ചപ്പം ആ കുട്ടിക്കും എനിക്കും കോഗ്നേറ്റീവ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പ്രിയങ്ക മാം എന്ന് പറയും, ആ മാം ഞങ്ങൾക്ക് 2 പേർക്കും എടുക്കുന്നുണ്ട്. പിന്നെ സൗത്ത് ക്യാമ്പസ് കുറച്ചും കൂടി ക്വയറ്റും കാമുമാണ്. ഇത് ഡൽഹി കണ്ടോൺമെന്റ് ആ ഒരു ഭാഗത്താണ്, ഡൽഹിയുടെ കുറച്ചും കൂടി അറ്റത്താണ്. അപ്പൊ കുറച്ചും കൂടി ആ ഒരു ക്യാമ്പസ് നല്ല പീസ്ഫുൾ ആയിരിക്കും. പിന്നെ അവിടെ ഇൻടേക്ക് കുറവാണ്, 40 45 എത്രയോ സീറ്റ് അവിടെ വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ 160 കുട്ടികളുണ്ട്. 2 സെക്ഷനായിട്ട് അവരെ ഡിവൈഡ് ചെയ്ത് സെക്ഷൻ A, സെക്ഷൻ B പറഞ്ഞിട്ട് 2ആയിട്ടായിരിക്കും അവർക്ക് ക്ലാസ് എടുക്കുന്നത്. പിന്നെ ഇത് കുറച്ചും കൂടിയിട്ട് പക്ക സിറ്റിയാണ്, വിശ്വവിദ്യാലയ എന്ന് പറയും. ഒരു പക്ക നടുക്കാണ് നമ്മള്. അപ്പോ കുറച്ചും കൂടിയിട്ട് നോയ്സ്, പൊല്യൂഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ ക്യാമ്പസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജി അടിപൊളിയാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു 13 ഫാക്കൾട്ടീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയൊക്കെയാണ് വ്യത്യാസങ്ങൾ നോർത്തും സൗത്തും തമ്മിൽ. പിന്നെ സൗത്തിൽ കിട്ടാന്ന് പറയുമ്പം കുറച്ചും കൂടി കട്ട് ഓഫ് കൂടുതലായിരിക്കും. അവിടെ 290 എന്തോ ആയിരുന്നു ഫസ്റ്റ് വന്നത്, അല്ല സൗത്ത് ക്യാമ്പസിൽ 290 ആയിരുന്നു അവരുടെ ഫസ്റ്റ് കട്ട് ഓഫ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജി നോർത്തിൽ 285 ആയിരുന്നു. അവിടെ ഹയർ കട്ട് ഓഫ് ആണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റിൽ വരിക. പിന്നെ രണ്ടവിടെയും സ്പോട്ട് വിളിക്കും. അങ്ങനെ എത്ര മാർക്കിനായിരുന്നു എക്സാം? 300 മാർക്കിനായിരുന്നു എക്സാം. പക്ഷെ ഇപ്രാവശ്യം ഒത്തിരി പേർക്ക് 300, 280, 290, 270, 270യുടെ മേലെ കിട്ടിയ കുട്ടികളുടെ മാർക്ക് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം സൗത്ത് ക്യാമ്പസിലെ കട്ട് ഓഫ് വന്നപ്പം 290 ആയിരുന്നു ഫസ്റ്റ് കട്ട് ഓഫ്. നോർത്തിൽ വന്നപ്പം 285 ആയിരുന്നു. സെക്കൻഡ് ലിസ്റ്റിലും സൗത്തിൽ അങ്ങനെ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തേർഡ് ലിസ്റ്റ് ഒക്കെ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു സൗത്ത് 280 അത്ര എത്രയോ കുറഞ്ഞു. നോർത്തില് 285 അവർ മാറിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ സ്പോട്ട് വിളിച്ചപ്പം അവസാനത്തെ സ്പോട്ടില് സൗത്തില് 278 ആണ് കണ്ടത്. അതിനുശേഷം വീണ്ടും ഒരു സ്പോട്ടും കൂടെ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നോർത്തില് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജിയില് 285 ആയിരുന്നു ലാസ്റ്റ് മാർക്ക്. ഞാൻ കയറുന്ന സമയത്ത്, ഞാൻ കയറുന്നതിന് തൊട്ട് മുമ്പ് നോക്കിയപ്പോൾ 285 ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ്. സൗത്തിൽ കിട്ടാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്, അവിടെ സീറ്റിന്റെ എണ്ണം കുറവായതുകൊണ്ട്. ഡ്രസ്സിങ്ങിനൊക്കെ പ്രശ്നമുണ്ടോ അവിടെ ഗേൾസിന്റെ? നമുക്ക് മോഡസ്റ്റ് ആയിട്ടുള്ള എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം, അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഇല്ല. പല സ്ഥലത്തുനിന്ന് വരുന്ന പിള്ളേരായത് കാരണം പലരുടെയും കൾച്ചർ വേറെയാണ്. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ കുർത്തി ഇട്ടിട്ട് വരുന്ന കുട്ടികളുണ്ട്, ചുരിദാർ ഇട്ടിട്ട് വരുന്നവരുണ്ട്, ടീഷർട്ടും ജീൻസും ഇടുന്നവരുണ്ട്. അതുപോലെ കുറച്ചും കൂടി നോർത്ത് ഈസ്റ്റ് ഭാഗത്തു നിന്നുള്ളവര് അവരുടെ കംഫർട്ടബിള് ട്രൗസേഴ്സും ഡ്രസ്സും അങ്ങനെ. അപ്പോൾ അതിനൊന്നും ടീച്ചേഴ്സ് ഒന്നും പറയാറൊന്നുമില്ല. കാരണം എനിക്ക് തോന്നുന്നു കൾച്ചർ ഡിഫറൻസ് വരുന്നതനുസരിച്ചിട്ട് അങ്ങനെ അവരിത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. മോഡസ്റ്റ് ആയിട്ടുള്ള എന്ത് ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് ഇവിടെ ധരിക്കാം, കുഴപ്പമില്ല. ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ഫാക്കൽറ്റീസ് ആണ്. ഞങ്ങൾക്കിപ്പം 8 ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു 6 പേരുടെ ക്ലാസ് കഴിഞ്ഞു, ബാക്കി 2 പേര് ഇനിയും ക്ലാസ് നമുക്ക് കിട്ടിയിട്ടില്ല. ലീവും കാര്യങ്ങളൊക്കെ വന്നിരുന്നല്ലോ, ഇൻഡിപെൻഡൻസ് ഡേയും വേറെ 1-2 ലീവൊക്കെ ആയിട്ട് ക്ലാസ് മിസ്സായിരുന്നു. അപ്പൊ എന്നെ പഠിപ്പിച്ച ഫാക്കൽറ്റീസിൽ HOD ഉണ്ട്. HOD മാം ഈ മാസം അടുത്ത മാസമൊക്കെ ആയിട്ട് റിട്ടയർ ആവാൻ പോവാണ്. ഈ വർഷത്തോടെ റിട്ടയർ ആവാൻ പോവാണ് മാം. എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ നല്ല ക്ലോസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. അവര് തന്നെ നമ്മുടെ അടുത്ത് പറയും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിക്കാം, അക്കാഡമിക്സ് ആണെങ്കിലും വേറെ എന്തെങ്കിലും ആണെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്നാണെങ്കിൽ ചെയ്തു തരാം എന്ന് പറയുന്ന ടീച്ചേഴ്സ് ആണ്. പിന്നെ ഒത്തിരി പിള്ളേരുള്ളത് കൊണ്ട് തന്നെ മൈക്ക് വെച്ചിട്ടാണ് മിക്കവാറും ക്ലാസ് എടുക്കുക. പിന്നെ അവരുടെ ഇംഗ്ലീഷിലായിരിക്കും ക്ലാസ്സസ്, കാരണം ഇത്രയും പിള്ളേരുള്ളത് കാരണം എല്ലാവർക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യണം. പിന്നെ അതിന്റെ കൂടെ തന്നെ ഹിന്ദിയും യൂസ് ചെയ്ത് പോകുന്നവരുണ്ട്. പക്ഷെ ക്ലാസ് ഫുള്ള് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ എടുത്തു തരും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡിസ്കംഫേർട്ട് ഉണ്ട്, മനസ്സിലായില്ല എന്നാണെങ്കിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് തരും. പിന്നെ നമുക്ക് അവരെ പോസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തെങ്കിലും ഇപ്പം ഒരു പർട്ടിക്കുലർ ടോപ്പിക് എടുത്തു, അപ്പോൾ ടോപ്പിക്ക് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ നമ്മൾ കൈ റേസ് ചെയ്താൽ മതി. അപ്പോൾ അവർ നമ്മളെ നോക്കും, ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻസർ പറഞ്ഞു തരും. പിന്നെ ടീച്ചേഴ്സ് വന്നപ്പോൾ തന്നെ പറഞ്ഞത്, ഞങ്ങളും നിങ്ങളുടെ കൂടെ പഠിച്ചു പോവാണ്, നിങ്ങൾ ഓരോരുത്തരും പുതിയ പുതിയ കാര്യങ്ങൾ ഞങ്ങളിലേക്ക് വരുന്നതിനോടാണ് ഞങ്ങൾക്ക് താല്പര്യം. അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ ക്ലാസ് തുടങ്ങിയത്. അവിടെ കൗൺസിലിംഗ് ഒക്കെ അവൈലബിൾ ആണോ? ഇപ്പൊ എന്തെങ്കിലും നമുക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായോ? മെന്റൽ ഹെൽത്ത് സപ്പോർട്ട്. ഓക്കെ, ഇവിടെ മനസ്തഹ എന്ന് പറഞ്ഞിട്ടൊരു കൗൺസിലിംഗ് സെന്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒരു സാറ് ഉണ്ട്. ആ സാറ് 17 ഇയേഴ്സ് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഇപ്പൊ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു ഫാക്കൽറ്റി ആണ്. അപ്പം ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാല് ഇവിടെയുള്ള ടീച്ചേഴ്സ് അവര് പല NGOയിലും കൗൺസിലിംഗ് കൊടുക്കുന്നവരാണ്. ടെലി കൗൺസിലിംഗ് ആയിട്ടും അല്ലാതെയൊക്കെ പല NGO ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ എന്തെങ്കിലും കൗൺസിലിംഗ് ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഏത് ഫാക്കൽറ്റിയെ നമ്മൾ അപ്രോച്ച് ചെയ്താലും അവരെല്ലാവരും സൈക്കോളജിസ്റ്റുകളാണ്. അവർ നമുക്ക് തരും, നമുക്ക് വേണ്ടത് ആ ഒരു കൗൺസിലിംഗ് അവർ നമുക്ക് തരും. പ്രിപ്പറേഷന്റെ ഇടയിൽ ഡീമോട്ടിവേറ്റഡ് അല്ലേ, ലൈക്ക് മൂഡ് സ്വിങ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ എന്താ മോട്ടീവായിട്ട് എടുത്ത് പിന്നെയും പഠിക്കാൻ തോന്നി? എനിക്ക് ഡീമോട്ടിവേഷൻ വന്നു എന്ന് പറഞ്ഞാൽ MCQ പല പ്രാവശ്യം ചെയ്തുമ്പോഴും തെറ്റിപ്പോകുന്നത്, അത് എനിക്കൊരു ഡീമോട്ടിവേഷൻ ആയിരുന്നു. പിന്നെ വന്നിട്ട് പിന്നെ ഇടയ്ക്ക് വയ്യാണ്ടായി, വീട്ടിൽ കുറച്ച് പ്രശ്നമൊക്കെ ആയി. പ്രശ്നം പറഞ്ഞാൽ അങ്ങനെയല്ല, വയ്യാണ്ടായി. അപ്പോ ഡീമോട്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ MCQ തെറ്റും തോറും ഞാൻ വീണ്ടും അത് ശരിയാക്കിയിട്ടേ ഉറങ്ങുള്ളൂ എന്നുള്ളൊരു രീതിയിലായിരുന്നു. അപ്പോ അതങ്ങനെ കയറി വന്നു. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിക്കണം, ഏറ്റവും നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിക്കണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മോട്ടിവേഷൻ ഒക്കെ തന്നത്.
ഫുള്ള് ഇങ്ങനെ ചിലപ്പോൾ MCQ വർക്കൗട്ട് ചെയ്തിട്ട് ഒന്നും കിട്ടില്ല. എൻ്റെ ഒരു മോക്ക് ടെസ്റ്റിന് ഞാൻ 300 മാർക്കിന് ചെയ്തിട്ട് അന്ന് എനിക്ക് 75 80 അങ്ങനെ എന്തോ കിട്ടിയുള്ളൂ. അപ്പൊ നല്ല വിഷമമായിരുന്നു അന്ന്. പക്ഷെ അതാണ് പിന്നെ അങ്ങോട്ട് ഇനി അങ്ങനെ മാർക്ക് താഴാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു രീതിക്ക് അത്രയും വർക്ക് ചെയ്യാൻ എനിക്ക് അതൊരു മോട്ടിവേഷൻ ആയിരുന്നു. ഡീമോട്ടിവേഷൻ ഒന്ന് മോട്ടിവേഷൻ എടുത്തു അങ്ങനെ. എന്താ MA സൈക്കോളജി എടുത്ത് MA അപ്ലൈഡ് എടുക്കാതെ? എടാ എനിക്ക് സൗത്ത് ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സ്പോട്ട് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു, പക്ഷെ എനിക്ക് 3rd അലോട്ട്മെന്റ് വരെ കിട്ടിയില്ല. സ്പോട്ടിന് അപ്ലൈ ചെയ്തതും ഡൽഹി നോർത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. 28 29 ആയിരുന്നു അവര് സൗത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്. 29 ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പം ഇവിടെ താമസിക്കാനുള്ള PG സെറ്റായി, വേറെ കാര്യങ്ങളെല്ലാം ഫീസ് അടച്ചു, എല്ലാം ഒരുവിധം സെറ്റായപ്പം പിന്നെ അങ്ങോട്ട് പോയില്ല. അതാണ് ഒരു കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം വന്നിട്ട് MA സൈക്കോളജി എടുത്തു കഴിഞ്ഞാല് കുറച്ചും കൂടെ ഇങ്ങനെ 6 സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്, അതില് അവര് ഫ്ലോട്ട് ചെയ്യും അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോ എനിക്ക് തോന്നി ഇപ്പൊ നമ്മള് ബാച്ചിലേഴ്സിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ല നമ്മുടെ ക്ലിനിക്കലാണോ നമ്മുടെ ഫീൽഡ് ഓർഗനൈസേഷനിലാണോ നമ്മുടെ ഫീൽഡ്. കാരണം എനിക്ക് ഇന്റേൺഷിപ്പ് എക്സ്പോഷർ ഒന്നും ഇല്ലല്ലോ. നമുക്ക് ആ ബുക്ക് വായിച്ചിട്ടുള്ള അറിവും അബ്നോർമൽ പഠിച്ചതിന്റെ ആ ഒരു ഇതും മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് എത്രത്തോളം എങ്ങോട്ടാണ് പോകണ്ടേന്നുള്ളത് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കൊന്ന് തോന്നി ശരി ഇപ്പം ഇങ്ങോട്ട് വന്ന് ചിലപ്പോൾ നമുക്ക് ഒരു എക്സ്പോഷർ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുമായിരിക്കും ക്ലിനിക്കലിലേക്ക് പോകണോ ഓർഗനൈസേഷനിലേക്ക് പോകണോ. അപ്പോൾ MA സൈക്കോളജി എടുത്തു കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും പോവാലോ, അങ്ങനെ ഒരു ഇതിലേക്ക് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ അതാണ് കാരണം. സൗത്ത് അഡ്മിഷൻ കിട്ടിയില്ല, അതുകൊണ്ട് MA അപ്ലൈഡ് എടുക്കാൻ പറ്റിയില്ല. ഈ PGs ഒക്കെ എങ്ങനെയാണ് അവിടെ റെഡിയാക്കിയത്? നാട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണോ? ഞാൻ നാട്ടിൽ നിന്നുകൊണ്ടാണ്. MA സൈക്കോളജിയുടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികള് ഒരു ഗ്രൂപ്പ് തുടങ്ങി. അപ്പൊ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ പിള്ളേര് റൂം അന്വേഷിക്കുന്നുണ്ട്, വേറെ ആർക്കെങ്കിലും റൂം വേണോന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു. അപ്പോ ആ ഒരു കുട്ടിക്ക്, എന്റെ ക്ലാസ്മേറ്റ് ആണ്, ആ കുട്ടിക്ക് ഞാൻ റിപ്ലൈ കൊടുത്തു, ഞാനിങ്ങനെ നാട്ടിൽ നിന്നാണ്, എനിക്ക് റൂം ശരിയായിട്ടില്ല, അതൊന്ന് നോക്കി തരാമോ എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനോട് ചോദിച്ചു. അങ്ങനെ ആ കുട്ടി ഫ്ലാറ്റ് PG എല്ലാം മാറി മാറി നോക്കി. ആ കൊച്ചി വീഡിയോസ് അയച്ചു തരുമായിരുന്നു. അപ്പോ ഒരുപാട് റൂംസും PGസും എല്ലാം നോക്കി. എന്നിട്ട് ലാസ്റ്റ് ഒരു PG കണ്ടപ്പോൾ അത് ഇഷ്ടമായി. അപ്പോ ആ കുട്ടി വഴി വീഡിയോയിലാണ് ഞാൻ കണ്ടത്, ഞാൻ വീഡിയോയിലാണ് PG ഫുള്ളായിട്ട് കാണുന്നത്. അപ്പൊ ആ കുട്ടിയാണ് ആ മാമിനോട് സംസാരിച്ച് റെന്റും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. എന്നിട്ട് റെന്റ് ഞാൻ ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്തു. എന്നിട്ട് ഡൽഹി വന്നു കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇങ്ങോട്ടേക്ക് എല്ലാ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ചെയ്തത്. ഓക്കെ, റെന്റ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ട്രിപ്പിൾ ഷെയറിംഗ് ആയിട്ടുള്ള PGയിലാണ്. അപ്പം ഇവിടെ എന്റെ റെന്റ് എന്ന് പറയുന്നത് 11,500, 11,500 രൂപയാണ് എന്റെ റെന്റ്. റെന്റ് വ്യത്യാസം വരും. നമ്മുടെ റൂമിന്റെ സ്പേസ് ഡബിൾ ഷെയറിംഗ് ആണോ ട്രിപ്പിൾ ഷെയറിംഗ് ആണോ, അതുപോലെ 2nd ഫ്ലോറിലാണോ 3rd ഫ്ലോറിലാണോ, അത് പിന്നെ നമുക്ക് സിംഗിൾ ബെഡ്റൂം വേണമെങ്കിൽ അങ്ങനെ. പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം, ഇപ്പോ ഞാൻ നിൽക്കുന്നത് ശക്തിനഗർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ അത്രയും ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എത്തി. അപ്പോൾ അങ്ങനെ യൂണിവേഴ്സിറ്റി നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് യൂണിവേഴ്സിറ്റി വരെയുള്ള ദൂരം, പിന്നെ ആ പർട്ടിക്കുലർ സ്ഥലത്ത് നമുക്ക് ഫുഡ്, ലോണ്ട്രി, അങ്ങനത്തെ കാര്യങ്ങൾ, ഇതെല്ലാം നോക്കിയിട്ടാണ് നമുക്ക് അവർ റെന്റ് പറയുക. അപ്പോ ഒരു 10 തൊട്ട് എത്ര വേണമെങ്കിലും 16 അവിടം വരെയൊക്കെ എത്താം. പിന്നെ ഞാൻ വേറെ കുറച്ച് കുട്ടികളോട് അന്വേഷിച്ചപ്പം 8,000-നും 8,500-നും അതിനൊക്കെ നിൽക്കുന്നവരും ഉണ്ട്. അത് നമ്മുടെ റൂമിന്റെ അതെല്ലാം നോക്കിയിട്ടിരിക്കും, സ്പേസും ഷെയറിങ്ങും ഫുഡും കാര്യങ്ങളും എല്ലാം കൂടെ നോക്കിയിട്ടായിരിക്കും നമുക്ക് വരിക. സൗത്ത് ക്യാമ്പസിൽ ഒരല്പം കൂടെ എനിക്ക് തോന്നുന്നു, സൗത്ത് ക്യാമ്പസിന്റെ അടുത്ത ഉള്ള PGs ആണെങ്കിൽ കുറച്ചും കൂടെ റെന്റ് കുറവായിരിക്കും എന്ന് തോന്നുന്നു. വേറെ ഒരു കൊച്ച്, ആ കുട്ടി ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് 8,500 ആണ് റെന്റ് എന്നാണ്. അവളൊരു ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്.
അവര് 3-4 പേര് ഷെയർ ചെയ്തിട്ടുള്ളത്. പക്ഷെ നോർത്തിലേക്ക് വന്നു കഴിഞ്ഞാല് 10ന്റെ മേലെ മിക്കവാറും പോകും. അപ്പൊ ഹോസ്റ്റലിലാണെങ്കിൽ എങ്ങനെയാ വരിക? ഹോസ്റ്റലിലെ ഫീ കുറവാണ്. പക്ഷെ ഹോസ്റ്റല് കിട്ടാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. ഇവിടെ യൂണിവേഴ്സിറ്റി വിമൻസ് ഹോസ്റ്റൽ ഉണ്ട്, രാജീവ് ഗാന്ധി ഹോസ്റ്റൽ ഉണ്ട്, അങ്ങനത്തെ ഹോസ്റ്റൽസ് ആണ് ഉള്ളത്. ഞാൻ ഹോസ്റ്റലിനെ പറ്റി ഒരുപാട് അന്വേഷിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് വെച്ചിട്ട് നല്ല ഹോസ്റ്റൽസ് ആണ്. രാജീവ് ഗാന്ധി ആണെങ്കിലും യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ആണെങ്കിലും നല്ല ഹോസ്റ്റലാണ്. രാജീവ് ഗാന്ധി ഹോസ്റ്റലാണെങ്കിൽ എനിക്കൊന്ന് ഡബിൾ ഷെയറിംഗ് ആണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. പിന്നെ കുറച്ച് ഒരു 2 കിലോമീറ്റർ എന്തോ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിൽ നിന്ന് ഇത്തിരി കൂടെ ദൂരത്താണെന്ന് തോന്നുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് വിമൻസ് ഹോസ്റ്റല് തൊട്ടടുത്താണ്. നമ്മള് മെട്രോ സ്റ്റേഷനിൽ നിന്ന് നടന്നു വരുമ്പോൾ വിമൻസ് ഹോസ്റ്റൽ കഴിഞ്ഞിട്ടാണ് ഫാക്കൽറ്റി ഓഫ് ആർട്സ് വരിക. അങ്ങനെ. കാലടിയില് ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല. അപ്പൊ അതിന്റെ ജേർണി ഒന്ന് പറയോ? അവിടെ പ്രിപ്പറേഷൻ ഒക്കെ. ഓക്കെ. കാലടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ എക്സാമും കഴിഞ്ഞിട്ടാണ് വന്നത്. ഏപ്രിൽ 12-13 ആയപ്പോഴേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ പരീക്ഷ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന പരീക്ഷ കാലടി യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയാണ്. അപ്പൊ എനിക്ക് പഠിക്കാൻ കുറേയും കൂടെ നല്ല വിശാലമായ സമയം കിട്ടി. എക്സാം കഴിഞ്ഞു, CUET കഴിഞ്ഞു, റിസർച്ച് വെച്ചു, പ്രാക്ടിക്കൽ ചെയ്തു, എല്ലാം കഴിഞ്ഞ് ഭയങ്കര സന്തോഷവും സമാധാനത്തോടെ ഇരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് കാലടി യൂണിവേഴ്സിറ്റിയുടെ എക്സാം വരുന്നത്. അപ്പൊ എനിക്ക് നല്ലോണം സമയം ഉണ്ടായിരുന്നു. ദിവസം ഒരാഴ്ച 2 ആഴ്ച എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തന്നെ കിട്ടിയിരുന്നു. പിന്നെ അതിന് നമ്മുടെ കോളേജിലെ പരീക്ഷ പോലെ റിട്ടണിന് 60 മാർക്കും MCQ 10 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 5 അങ്ങനെയായിരുന്നു അതിന്റെ പാറ്റേൺ. അപ്പൊ MCQവും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ഓൾറെഡി നമ്മൾ CUET PGയിൽ പ്രിപ്പയർ ചെയ്തതും കുറെ റിവിഷൻസും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ എഴുതുന്ന പാർട്ട് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. അപ്പൊ അതിനും പെപ്പിന്റെ കുറെ കാര്യങ്ങള്, പെപ്പിന്റെ എന്താ പറയാ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കാര്യങ്ങള് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമ്മള് ഒന്ന് മനസ്സിലിങ്ങനെ ഇതാക്കി, ലേണിംഗിന്ന് വരുമോ, മെമ്മറിന്ന് വരുമോ, അങ്ങനെ ഏതൊക്കെ പോർഷൻസ് നിന്ന് ക്വസ്റ്റ്യൻ വരാമെന്നുള്ളത് ആദ്യം ചാർട്ട് ഔട്ട് ചെയ്ത് വെച്ചു. പിന്നെ അവർക്ക് ലോങ് ആൻസർ ഉണ്ട്. ആ ലോങ് ആൻസറിൽ അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഓർ ക്വസ്റ്റ്യൻ. ആ ഓർ ക്വസ്റ്റ്യൻ നമുക്ക് ചിന്തിച്ച് എഴുതാനുള്ളതാണ്. ഇപ്പം എൻ്റെ എന്തായിരുന്നു ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടുള്ള സൈക്കോളജി എന്താണ്, പിന്നെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അങ്ങനെ നമ്മൾ ആലോചിച്ച് എഴുതേണ്ട കാര്യങ്ങളും പ്ലസ് വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് സൈക്കോളജിസ്റ്റിന്റെ ഒരു മെഡിക്കൽ ആക്ട് 2021 ഇറങ്ങിയ ഒരു മെഡിക്കൽ ആക്ട്, ആ ആക്ടിനെ പറ്റിയിട്ട് എഴുതാനായിരുന്നു എൻ്റെ ഓർ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓൾറെഡി ആ പാറ്റേൺ മനസ്സിലായപ്പോൾ നമുക്ക് തോന്നി ഓക്കെ സോഷ്യൽ സൈക്കോളജിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, ലേണിംഗ് മെമ്മറിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം, പേഴ്സണാലിറ്റിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അത് മനസ്സിലായതിനു ശേഷം ആ പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെ വരാം, വർക്കിംഗ് മെമ്മറി വരുമോ, സ്റ്റാറ്റിൽ നിന്നാണെങ്കിൽ പാരാമെട്രിക് ടെസ്റ്റ് വരുമോ, അനോവ വരുമോ, അങ്ങനെ ഒന്ന് ചാർട്ട് ഔട്ട് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ ഭാഗം നല്ലോണം ഇരുന്ന് വായിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ മാപ്പൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചെയ്തു. എന്നിട്ട് കാലടി യൂണിവേഴ്സിറ്റിയുടെ എക്സാമിന് പോയി. MCQ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കുറച്ച് എളുപ്പമായിരുന്നു. റിട്ടേൺ പാർട്ടില് നമ്മൾ ചാർട്ട് ഔട്ട് ചെയ്തതിന് കുറച്ച് വ്യത്യാസമായിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ഒന്നു സോഷ്യലിന് പ്രോ സോഷ്യൽ ബിഹേവിയറിനെ പറ്റിയിട്ടൊക്കെ എഴുതാൻ പറഞ്ഞിരുന്നു. അത് മാത്രമായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്യാതെ വന്നത്. ബാക്കി ഉള്ള കാര്യങ്ങൾ നമ്മൾ കണക്ക് പ്രകാരം ഈ ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, ആ ഒരു ടാലിക്ക് പോകുന്നതായിരുന്നു. പിന്നെ അംനേഷ്യ റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതും കുറച്ച് ടഫായിരുന്നു. അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾറെഡി നമ്മൾ കോളേജിൽ പരീക്ഷയ്ക്ക് എഴുതുന്നവരാണല്ലോ, അപ്പൊ നമുക്ക് അറിയാലോ എത്ര 5 മാർക്കിനാണെങ്കിൽ എത്ര എഴുതണം, എങ്ങനെ എഴുതണം, അതൊക്കെ അറിഞ്ഞിട്ടുള്ളത് കൊണ്ട് കുറച്ചും കൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് ഒരു പറയാൻ വിട്ടുപോയ കാര്യമാണ്, പെപ്പിൻ്റെതിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് അവരുടെ MCQs ആണ്. ഇഷ്ടംപോലെ MCQs ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്തിട്ടുണ്ട്. അതുപോലെ പെപ്പിന്റെ ക്വിസ് ഉണ്ടായിരുന്നു, അത് കുട്ടികളായിട്ട് ചെയ്ത ക്വിസാണ്. അതിന് അനസിക്കയും വേറെ ഒരു ചേച്ചിയും അവർ രണ്ടുപേരുമാണ് അതിന്
എന്താ പറയാ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയത്. അപ്പം ഇതിൽ ഓരോ കുട്ടികളും 15-20 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇടും. ഈ ക്വസ്റ്റ്യൻസ് മിക്കവാറും MCQല് പുറത്ത് ഉള്ളതൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കിട്ടും. അതുപോലെ ഓരോ പരീക്ഷയുടെ തലേന്നും ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാമിന് മുമ്പ്, ജാമിയ മില്ലയുടെ എക്സാമിന് മുമ്പ് 4-5 ദിവസം ക്വിസ് ക്ലബ്ബ് മുഴുവൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് ഓരോ പിള്ളേർ ആൻസർ ചെയ്യുന്നുണ്ടാവും. നമുക്ക് ഇഷ്ടംപോലെ ക്വിസ് കിട്ടും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പിൻ ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻസ് പിൻ ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻസ് പിൻ ചെയ്ത് നോട്ട് ചെയ്ത് പോവുക. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അത്രയും അറിവ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ പെപ്പിന്റെ അവസാനത്തെ 15 ദിവസം ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അത് ഞാൻ നല്ലോണം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും റിവിഷന് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനമായിരുന്നു അത്. പിന്നെ ഈ ഷോർട്ടായിട്ടുള്ള ഓരോ വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പം മെമ്മറിയെ പറ്റിയിട്ടാണെങ്കിൽ മെമ്മറിയുടെ മെയിൻ പോയിന്റ്സും ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന അങ്ങനെ ഷോർട്ടായിട്ട് പല പല വീഡിയോസ് പല പല ദിവസങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതും നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തതാണ്. കാരണം അതൊക്കെ വരുന്നത് 6th സെമസ്റ്റർ എക്സാമിന്റെയും പ്രൊജക്ടിന്റെ ഒക്കെ തിരക്കിന്റെ ഇടയിലാണ്. അപ്പൊ ആ പർട്ടിക്കുലർ ടൈമില് നമുക്ക് വായിച്ചെടുക്കുന്നതിനേക്കാളും ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത്രയും സാധനങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ ആൻസർ പറയാൻ നോക്കും, ചാറ്റ് ബോക്സിൽ ആൻസർ ഇടാൻ നോക്കും. നിങ്ങൾ പറ്റുന്നത്രയും ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക. നിങ്ങൾ ആൻസർ പറയുമ്പോൾ, നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ശ്രദ്ധിക്കാൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ പറയാൻ, എവിടെയെങ്കിലും തെറ്റിപ്പോവുകയാണെങ്കിൽ എന്താണ് തെറ്റിപ്പോയെന്ന് ആലോചിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു എനർജി കിട്ടും. ആ എനർജി ആ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് അത്രയും ക്യാപ്ചർ ചെയ്തെടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത്രയും നമ്മൾ ചെയ്യുമ്പം അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരൊറ്റ സീറ്റ് മതി നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു സീറ്റ് മതി. ബാക്കിയുള്ള സീറ്റ് വേറെയുള്ള പിള്ളേരെ കോമ്പീറ്റ് ചെയ്ത് എടുത്തോട്ടെ. എൻ്റെ ഒരു സീറ്റിന് വേണ്ടി ഞാൻ പഠിക്കണം, അങ്ങനെ വിചാരിച്ചാൽ മതി. അതാണ് നിങ്ങളുടെ മോട്ടിവേഷൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ ഗൈസ്? ഓക്കെ. സേഫ്റ്റി ഇഷ്യൂസ് ആരോ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ കുറച്ച് സൂക്ഷിക്കണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. കാരണം കള്ളന്മാരൊക്കെ ഉണ്ട്. അപ്പൊ മൊബൈൽ ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്യരുത്. അതുപോലെ ബാഗ് ഫ്രണ്ടിൽ ഇട്ടിട്ടാണ് പലരും നടക്കുക. പിന്നെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യരുതെന്ന് പറയും. പിന്നെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, മെട്രോയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. കാരണം നമുക്ക് പരിചയമില്ലാത്തൊരു സിറ്റിയാണ്, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഉണ്ടാവും, ഇപ്പം നല്ല തിരക്കുള്ള ഇടത്താണ് ഏറ്റവും കൂടുതൽ കള്ളത്തരം നടക്കാനുള്ള സാധ്യത ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, മൊബൈൽ ഒരിക്കലും കയ്യിൽ വെക്കില്ല. ഇനിയിപ്പോ കയ്യിൽ വെക്കുകയാണെങ്കിൽ തന്നെ അവർ പറയും ഈ 3 വിരല് മൊബൈലിന്റെ മുകളിൽ പിടിക്കണം, ബാക്കി 2 വിരല് താഴെ പിടിക്കണം. അത്ര അവർ ഇങ്ങനെയായിരിക്കും അവർ സ്ക്രാച്ച് ചെയ്തിട്ട് പോവുക. അപ്പൊ നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അവർക്ക് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊതുവെ ഇവിടെ ആരും അത് യൂസ് ചെയ്യില്ല. പിന്നെ ഗേൾസ് ആണെങ്കിലും സ്പ്രേ, പെപ്പർ സ്പ്രേ, ചില്ലി സ്പ്രേ അതൊക്കെ കയ്യിലുണ്ടാവും. പിന്നെ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരുന്നാൽ മതി. വേറെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല, ഇനിയും ഒന്നും വരരുതെന്നാണ് എന്റെ പ്രാർത്ഥന. യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറീസ് എത്ര ടൈം വരെ അവൈലബിൾ ആയിരിക്കും? ഓക്കെ, യൂണിവേഴ്സിറ്റി ലൈബ്രറി നൈറ്റ് ഉണ്ടോ? നൈറ്റ് അത് ഞങ്ങൾക്ക് ലൈബ്രറി ആക്സസ് കിട്ടിയിട്ടില്ല. 24 hours ആണ് ലൈബ്രറിയുടെ വർക്കിംഗ് ടൈം എന്നാണ് കേട്ടിരിക്കുന്നത്. നമുക്ക് ശരിക്കും നമുക്ക് ഡിപ്പാർട്ട്മെന്റിന് ഒരു കുഞ്ഞു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ നമുക്ക് ID കാർഡ് ഉണ്ടെങ്കിൽ ബുക്ക് ആക്സസ് ചെയ്യാം, അവിടെ ഇരുന്ന് വായിക്കാം. കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്. കമ്പ്യൂട്ടർ ലാബിലാണ് നമ്മൾ കൂടുതലും റിസർച്ച് ആർട്ടിക്കിൾസ് വായിക്കാൻ വേണ്ടി പോവുക. കാരണം റീസെന്റ് ആയിട്ടുള്ള എല്ലാം ടെയ്ലർ ആൻഡ് ഫ്രാൻസിസ്, റിസർച്ച് ഗേറ്റ്, നമുക്ക് ആക്സസ് കിട്ടാത്ത പലതും ഉണ്ടാവില്ലേ, അത് ഇവിടെ നമുക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടും. അപ്പൊ കമ്പ്യൂട്ടർ ലാബിലേക്കാണ് പോവുക. യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ 24 hours ഓപ്പൺ ആണ്. വലിയ ലൈബ്രറി ആണ്, ഒത്തിരി പുസ്തകങ്ങളുണ്ട്. PhD സ്കോളേഴ്സിന് മുകളിൽ, ബാക്കിയുള്ളവർക്ക് താഴെ ഇരിക്കാൻ, അങ്ങനെ അക്കോമഡേഷൻ ഒക്കെ ഉള്ളൊരു സ്ഥലമാണെന്നാണ് കേട്ടേക്കുന്നത്. പിന്നെ നമ്മൾ കോളേജ് വഴിയാണ് വന്നതെങ്കിൽ കോളേജിന്റെ ലൈബ്രറിയും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അത് 9 to 5 അങ്ങനെ ആ കോളേജിന്റെ ടൈം എന്താണോ ആ ഒരു ടൈമിലായിരിക്കും. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പിള്ളേരുണ്ട് കേട്ടോ. നമുക്ക് പല ഡിപ്പാർട്ട്മെന്റുകളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി പിള്ളേരും ഉണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള റഷ് നമ്മുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും.
അപ്പം യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലാണ് കമ്പ്യൂട്ടർ ആക്സസ് ഉള്ളതല്ലേ? യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലും കമ്പ്യൂട്ടർ ആക്സസ് ഉണ്ടാവും. ഞങ്ങൾക്ക് ശരിക്കും യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ ഉള്ളിൽ ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. ID കാർഡ് ശരിയായി, ID കാർഡ് ലൈബ്രറി കാർഡ് അവർ തരണം, എന്നാൽ മാത്രമേ ലൈബ്രറിയുടെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. അപ്പം ഇപ്പം ഞങ്ങളുടെ ID കാർഡ് പ്രോസസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അത് കാരണം എനിക്ക് പേഴ്സണലായിട്ട് ഒരു ഇത് കിട്ടിയിട്ടില്ല. പക്ഷെ എല്ലാവരും പറയുന്നത് അവിടെ കമ്പ്യൂട്ടർ ആക്സസ് ഉണ്ട്, ഏറ്റവും നല്ല ബുക്സ് അവൈലബിൾ ആണ്, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണെന്നാണ് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റിന്റെ കമ്പ്യൂട്ടർ ലാബ്, അതിലൊരു 10 കമ്പ്യൂട്ടറോളം ഉണ്ട്. അപ്പൊ ആ കമ്പ്യൂട്ടേഴ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം റിസർച്ചിന് വേണ്ടിയിട്ട്. എടാ, ഈ പെപ്പിൽ എക്സ്ട്രാ റീഡിംഗ് മെറ്റീരിയൽസ് ഇട്ടല്ലേ നമുക്ക്? അപ്പൊ അതിലേതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള? ഞാൻ ഹിസ്റ്ററി, ഇന്ത്യൻ സൈക്കോളജിയുടെ ഹിസ്റ്ററി അങ്ങനെയല്ലേ ചോദിക്കുന്നേ? അല്ല, എക്സ്ട്രാ ആയിട്ട് പെപ്പിന്റെ മെറ്റീരിയൽസ് അല്ലാതെ PDF ആയിട്ട് കുറച്ച് മെറ്റീരിയൽസ് ഇട്ടില്ലേ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പില് അങ്ങനെയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നില്ലേ? അങ്ങനെ അത് ഞാൻ ബുക്സ് ആയിരിക്കും ഞാൻ കൂടുതലായിട്ട് നോക്കിയിട്ടുണ്ടാവുക. പെപ്പിന്റെ അല്ലാതെ എക്സ്ട്രാ റീഡിങ്സ് ഞാൻ നോക്കിയിട്ടുള്ളത് കൂടുതലും ബുക്സ് ആണ്. ഈ വെയിൻ വെയ്റ്റൺ, അതുപോലെ AK സിംഗ്, സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന് AK സിംഗ്, സോഷ്യൽ സൈക്കോളജിക്ക് ബാരൺ, അബ്നോർമൽ സൈക്കോളജിക്ക് പച്ചർ നോക്കിയിട്ടുണ്ട്. ഞാൻ ടൈപ്പ് ചെയ്യണോ? ഇതിൽ ടൈപ്പ് ചെയ്തിടണോ? അതൊന്നിട്ട്. ഓക്കെ. വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, ഞാൻ ഇതും അതും ഒരുമിച്ച് ചെയ്തു തരാം. ടൈപ്പ് ചെയ്തപ്പോ മാറിപ്പോയതാട്ടോ, സോറി, ഒരു മിനിറ്റ്. ആരോ ഹാൻഡ് റേസ് ചെയ്തല്ലോ. മിക്കവാറും ഇതൊക്കെ നിങ്ങളുടെ സിലബസിൽ നിങ്ങൾ കേട്ടിട്ടുള്ള പേരുകളായിരിക്കും. പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പെപ്പിലാണെങ്കിലും നിങ്ങൾ കേട്ടിട്ടുള്ള പേരുകളായിരിക്കും ഇതൊക്കെ. ഫൈനൽ ഇയേഴ്സ് അല്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ? റിപ്പീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ. നോൺ സൈക്കോളജി സ്റ്റുഡൻസ് ഉണ്ട്. നോൺ സൈക്കോളജി സ്റ്റുഡൻസ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒത്തിരി പേരുണ്ട് കേട്ടോ, നോൺ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തവർക്ക്. അവരും ഇവിടെ എന്താ പറയാ, നല്ല സ്കോർ കിട്ടി വന്നവരാണ്. 283 എനിക്ക് പരിചയമുള്ള ഒരു കുട്ടി 283, 278, 283, 277, 279 ആ മാർക്കിലൊക്കെ നോൺ സൈക്കോളജി കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. ആരൊക്കെയുണ്ട് ബാച്ച്മേറ്റ് ആയിട്ട് അവിടെ? പെപ്പിൽ എൻ്റെ ബാച്ച്മേറ്റ്സ് എല്ലാവരും സൗത്ത് ക്യാമ്പസിലാണുള്ളത്. സജ്ന സലീം ആ കുട്ടി അവിടെയാണ്. അപർണ രവി അവള് ഡൽഹി സൗത്ത് ക്യാമ്പസിലാണ്. ഡീജ സൗത്ത് ക്യാമ്പസിലാണ്. ഇവിടെ എനിക്ക് ഇതുവരെ പെപ്പിയൻസ് ആരും നോർത്ത് ക്യാമ്പസിൽ ആരെയും ഞാൻ കണ്ടില്ല. ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ബുക്സിന്റെ പേര് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അധികം ഡിലേ ആക്കണ്ടെന്ന് തോന്നുന്നു അല്ലേ? 8:50 ആയില്ലേ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അനന്യയുടെ നമ്പർ ഷെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ നേരെ ഷെയർക്കിനെ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും. എനിവേ 86 പേരുണ്ടല്ലേ ഇപ്പോ. ഇനി അടുത്ത അനന്യ, ഓൾ ദ ബെസ്റ്റ്. ഇനി എനിക്ക് തോന്നുന്നു തുടങ്ങിയിട്ടുള്ളൂ തോന്നുന്നു അല്ലേ? കുറച്ചുകൂടെ ആയിട്ട് ഡൽഹിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതേപോലെ ബാക്കിയുള്ള ഇനിയിപ്പോ 2 വർഷം ഉണ്ടല്ലോ മുന്നിൽ. അപ്പം ഓൾ ദ ബെസ്റ്റ്. പിന്നെ നമുക്ക് പെപ്പിലെ മറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്
പുതിയ ആളുകളാണ് ഇവർക്ക് ബാച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇനിയും ഒരുപാട് മീറ്റ് സ്കോളേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും. ചിലപ്പോൾ ഡിയുന്ന് തന്നെ ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് പിന്നീടും വരാൻ സാധ്യതയുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞാൽ. എനിവേ നമ്മൾ നിർത്തുകയാണ് കേട്ടോ. ഓക്കെ. താങ്ക് യു.